ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് നമുക്കായി തന്ന ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. സ്തോത്രം. 2024 ജനുവരി മാസം മുതൽ ഈ ഡിസംബർ ഈ അവസാന ദിവസം 31 വരെ ദൈവം നമ്മളെ പോറ്റി വളർത്തി, ദൈവം നമ്മളെ കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാലും തീരത്തില്ല. 2024 ആരംഭം കണ്ട അനേകർ അതിന്റെ അവസാനം കാണാൻ പറ്റിയില്ല. ഈ ലോകത്തുനിന്ന് അനേകർ മാറ്റപ്പെട്ടു പോയി. അനേക കുടുംബങ്ങൾ കുടുംബങ്ങളിൽ പ്രതികൂലവും പ്രയാസങ്ങളും മധ്യയിലിരിക്കുന്നപ്പോഴും 2024 തുടക്കം മുതൽ ചില പ്രതിസന്ധികൾ പ്രതികൂലങ്ങളെല്ലാം പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ വന്നെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് തോറ്റുപോവാതെ അവസാനം വരെയും നമ്മളെ ദൈവം കൊണ്ടുവന്നു, അനുഗ്രഹങ്ങൾ തന്നു. ദൈവം 2024 മുതൽ ഈ നിമിഷം വരെ ഈ 12 മാസത്തിനകത്ത് 365 ദിവസത്തിനകത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ദൈവം എത്ര അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്തു. എത്ര അത്ഭുതങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്തു. ചിലവർക്ക് ചില പുറത്തുനിന്ന് നോക്കുമ്പോൾ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ നിസ്സാരമെന്ന് തോന്നുന്നതാകും, ചിലപ്പോൾ വലുതെന്ന് തോന്നുന്നതാവാം. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നിസ്സാരമായി തോന്നുന്നതും വലുത് ചെയ്യുന്നതും എല്ലാം ദൈവം നിസ്സാരമായിട്ട് ചെയ്തതും ഇല്ലയോ? ഒരു അത്ഭുതം പോലും. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളൊന്ന് ആഴമായി നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് ചെയ്ത കരുതൽ ഓർക്കാം. ജനുവരി 1 തൊട്ട് ചിന്തിക്കണം, ഈ 31 വരെ എന്നെ എങ്ങനെ കൊണ്ടുവന്നേ. അതുപോലെ ഈ ജനുവരി തൊട്ട് 31 വരെ ഡിസംബർ 31 വരെ ഈ 12 മാസത്തിനകത്ത് ഞാൻ കണ്ട വാർത്തകൾ, ഞാൻ കേട്ട വാർത്തകൾ, അല്ലെങ്കിൽ എന്റെ ദേശത്ത് നടന്ന വാർത്തകൾ, ഞാൻ പോയ വഴിയിൽ എന്റെ കണ്ണുകൊണ്ട് കേട്ടത്, കാതുകൊണ്ട് കേട്ടത്, സ്തോത്രം, ഒന്നും എന്നെ ബാധിച്ചില്ല. എന്റെ ദൈവം അവിടെ എല്ലാം എന്ത് ചെയ്തു? അത്ഭുതമായി എന്റെ കുടുംബത്തെ എന്ത് ചെയ്തു? കർത്താവ് വഴി നടത്തി. ഏറ്റവും വലിയ അത്ഭുതമാണ് ഇല്ലയോ? ഈ 12 മാസം ഒരു സൺഡേ പോലും മുടങ്ങാതെ എനിക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റി, എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റി, ദൈവത്തെ ആരാധിക്കാൻ പറ്റി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റി, ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ പറ്റി, തിരുമേശയെ പങ്കുചേരുവാൻ കഴിഞ്ഞു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതവും അടയാളമാണ് ഇല്ലയോ? ദൈവം നമുക്ക് നൽകിയ സൗഭാഗ്യം. ഇതെല്ലാം ഇതിനപ്പുറത്തെ ആയിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച പലർക്കും ലഭിക്കാത്ത സൗഭാഗ്യമാണ് ആർക്ക് തന്നിരിക്കുന്നത്? നമുക്ക് നൽകിയ അനേകം പ്രവാചകന്മാർ, അനേകം പണ്ഡിതന്മാർ ഈ ദിവസങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ അവർക്ക് കിട്ടാത്ത ഭാഗ്യമാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? നമുക്ക് കിട്ടിയ. അപ്പൊ നമ്മൾ സംതിങ് സ്പെഷ്യൽ ആൾക്കാരല്ലയോ? നമുക്ക് സ്പെഷ്യൽ ആളല്ലയോ? നമ്മൾ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. ഇന്ന് പകല് തിരിച്ചറിയേ, നമ്മൾ ഓരോ കുടുംബവും ആർക്ക് പ്രാധാന്യപ്പെട്ടതാ? ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവർ, ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവർ. അപ്പോൾ ദൈവസഭയ്ക്കും ദൈവ മക്കൾക്കും അല്ലെങ്കിൽ ദൈവദാസന്മാർക്കും എല്ലാം ഒരുപാട് പ്രതികൂലമുള്ളത് മാസങ്ങളും വർഷങ്ങളുമായിരുന്നു. 2024 ഇനി നടന്നുകൊണ്ടിരിക്കുക, പ്രതികൂലം നടന്നുകൊണ്ടിരിക്കുക. ഈ പ്രതികൂലം എല്ലാം വരുമ്പോൾ ദൈവദാസനും ദൈവസഭയെല്ലാം കണ്ണുനീരൊഴുക്കിയിട്ടല്ല കാര്യം എന്തുവാ? സന്തോഷിക്കണം. കാര്യം എന്തുവാ? ഇതെല്ലാം വചനം പറഞ്ഞതാണ്, നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. വചനം പറഞ്ഞത് ആരുടെ കുടുംബത്തിൽ നിവൃത്തിയായിക്കൊണ്ടിരിക്കുക? നമ്മളെല്ലാം കുടുംബത്തിനകത്ത് നിവൃത്തിയായിക്കൊണ്ട്, സഭയ്ക്കകത്ത് നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം കർത്താവിന്റെ വരവ് എത്രയും വേഗം സംഭവിക്കും. കർത്താവിനോട് ചേർക്കപ്പെടുവാൻ ഭാഗ്യം ലഭിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു, ജീവിച്ചു, അതിനുവേണ്ടി ഒരുക്കം പ്രാപിച്ചു. കർത്താവിന്റെ വരവ് എത്രയും വേഗം സംഭവിക്കും. കാര്യം ദൈവവചനം ഓരോന്നായി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. ദേശത്തിനകത്ത് 2024 വർഷത്തിന് മുമ്പേ കർത്താവ് എഴുതിയ വാഗ്ദത്തങ്ങളാ ഇന്നിപ്പോ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 കൊണ്ടുവന്നിരിക്കുക ഇല്ലയോ? അപ്പൊ ഈ 2025 ഓരോ ദൈവമക്കളും ദൈവസഭയ്ക്കകത്ത് ഇന്ന് പകലിരിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് തീരുമാനമെടുത്ത്, ഇന്ന് ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് തീരുമാനമെടുത്തു, ഈ 2025 എനിക്കും എന്റെ കുടുംബത്തിനും ഒരു അനുഗ്രഹമാണ്. എന്റെ കുടുംബത്തിനകത്ത് രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുന്നൊരു വർഷമായിരിക്കും 2025. എന്റെ കുടുംബത്തിനകത്ത് എനിക്ക് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ പലരും എന്നെ പരിഹസിച്ച് നിന്ദിച്ചു വിട്ട ചില വിഷയത്തിനകത്ത് എനിക്ക് മറുപടിയാണ് 2025. എനിക്കായി വാതിൽ തുറക്കുന്നതിനാണ് 2025. ആർക്കും ആ വാതിൽ അടയ്ക്കുവാൻ കഴിയത്തില്ല. ഇന്നിപ്പോൾ എന്റെ ഫ്രണ്ടിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക് തുറന്നു തരുന്ന ഒരു വർഷമായിരിക്കും 2025.
ഞാനും എന്റെ കുടുംബവും ആ ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കും. ഞാനും എന്റെ കുടുംബവും ഇത്രയെല്ലാം അനുഗ്രഹം തരുമ്പോഴും ഞാൻ ആരോടൊപ്പം നിൽക്കണം? ദൈവത്തോടൊപ്പം നിൽക്കണം. ദൈവത്തോടൊപ്പം, ആ കൃപ തന്നെ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തോടൊപ്പം ഞാനും എന്റെ കുടുംബവും നിൽക്കും. എനിക്കും എന്റെ കുടുംബത്തിന് നിൽക്കാനുള്ള കൃപ ആര് തരണം? ദൈവം തരണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമായി ഇന്ന് പകലിവിടെ പാർശ്വപ്പം ദൈവം ഇരിക്കുന്നത് നൂറ്. എന്തുവാ? നിന്റെ ഫ്രണ്ടിൽ ആരും നിൽക്കത്തില്ല, നിനക്കെതിരെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ഒരു രാജാവിന് നിൽക്കാൻ പറ്റത്തില്ല, ഒരു ദേശത്തിന് നിൽക്കാൻ പറ്റത്തില്ല, ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? നീ ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവനാണ്. അതേപോലെ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയുക, ഈ ബഥേൽ വർഷിപ്പ് സെന്ററും ദൈവമക്കളും ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവരാ. നമ്മൾ ഓരോ കുടുംബവും ദൈവത്താൽ അനുഗ്രഹപ്പെട്ടതാ. എനിക്കെതിരെ ഒരു ശക്തിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. എനിക്കെതിരെ ഒരുവന്റെ വാക്കിന് എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഒരുവന്റെ പ്ലാനിന് എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഒരുവന്റെ പദ്ധതിക്ക് എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഒരുവന്റെ പ്ലാനിനും പദ്ധതിക്കും എന്നെ തൊടുവാൻ കഴിയത്തില്ല. കാര്യം എന്തുവാ? ഞാൻ ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവനാ. ദൈവത്താൽ ഞാൻ അനുഗ്രഹപ്പെട്ടവനാ. യെസ്, ഹല്ലേലൂയ. ഞാൻ ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവനാണ്. അപ്പൊ ഒരു വാക്കിനോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തികൾക്കോ ആരെ ക്ഷീണിപ്പിക്കാൻ പറ്റത്തില്ല, നമ്മളെ ക്ഷീണിപ്പിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. സഭാഹോളിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം നമുക്ക് സഭാഹോൾ തരാൻ പോകും. ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവാൻ പോകും. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലും അതിന്റെ ഒരു പ്രതികൂലം ഞാൻ അനുഭവിച്ചു. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ അതിൽ നിന്ന് മാറിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം അത്ഭുതമായി അവിടെ മാറ്റി. കാര്യം സഭയ്ക്കെതിരെയും ദൈവമക്കൾക്കെതിരെയും ദൈവജനത്തിനെതിരെയും ആർക്കും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ലോകപരമായി ജീവിക്കുന്നവരുടെ ആരും സഹിക്കും, പക്ഷെ ദൈവജനത്തിനകത്ത് ദൈവമക്കൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് ജീവിക്കുന്ന മാർഗമാണ്. ഇത് അവനെ എന്ത് ചെയ്യത്തില്ല, അവന്റെ ലോക ചിന്തയ്ക്കകത്ത് എന്ത് ചെയ്യത്തില്ല, ഒതുങ്ങത്തില്ല. അതിനപ്പുറത്താണ് ആരുടെ പ്രവൃത്തി? ദൈവത്തിന്റെ പ്രവൃത്തി. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ നമുക്ക് സഭാഹോട് ദൈവം തരാൻ സമയമായി. അതിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിയാവാൻ സമയമായി. പ്രാർത്ഥിച്ചു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ആർക്ക് തരും? ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് തരും. സ്തോത്രം. വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും പ്രാപിക്കാൻ പറ്റും. 2025 പ്രാർത്ഥിച്ചോണം. ഇന്ന് പകല് എന്നെ ദൈവം ചിലത് ഏൽപ്പിക്കാൻ പോവുക. ഞാൻ ചിലതിനകത്ത് ഒരുക്കപ്പെടാൻ പോവുക. ഞാൻ ചിലത് ദൈവമായിട്ട് എഗ്രിമെന്റ് ഉറക്കാൻ പോവുക. കാര്യം എന്തുവാ? എന്റെ ദൈവം എന്നോട് പറഞ്ഞ ചില പ്രോമിസ് എന്ത് ചെയ്യാൻ പോവുക, നിവർത്തിയാക്കുക. അതിനനുസരിച്ച് ഞാൻ ആരോട് ചേരും? എന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കും. 2024 ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്ന രീതിയിലല്ല 2025 ചേരേണ്ടത്. 2024 ചേർന്നതിനും ഇരട്ടി ശക്തിയോടെ, ഇരട്ടി മനസ്സോടെ ഞാൻ 2025 ദൈവത്തോട് ചേർന്ന് നിൽക്കും. കാര്യം ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഇന്ന് പൂർണ്ണബോധ്യത്തോടെ നിൽക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. ഒരു വചനം നമുക്ക് വായിക്കാം. ഫിലിപ്പിയർ ലേഖനത്തിനകത്ത് 4-ാം അധ്യായത്തിനകത്ത് 4-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. ഫിലിപ്പിയർ 4:4 മുതൽ. സ്തോത്രം. ഒരു മിനിറ്റ്. കർത്താവിന്റെ ദാസൻ പറയുക, കർത്താവിൽ എപ്പോഴും എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് സന്തോഷം ലഭിക്കുന്ന എവിടുന്ന? കർത്താവിൽ. മനുഷ്യനിൽ നിന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, സന്തോഷം ലഭിക്കുന്നില്ല. മനുഷ്യനിൽ നിന്ന് എപ്പോഴും നമുക്ക് കിട്ടുന്നത് പ്രതികൂല അവസ്ഥകൾ, പ്രതിസന്ധി അവസ്ഥകൾ. സന്തോഷം അവരിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, ലഭിക്കത്തില്ല. സന്തോഷം ലഭിക്കൂ? സന്തോഷം ലഭിക്കാൻ പാടില്ല. സന്തോഷം തരേണ്ടതും സന്തോഷം നിലനിർത്തേണ്ടതും സന്തോഷത്താൽ നമ്മളെ അനുഗ്രഹിക്കേണ്ടതും ആരാ? കർത്താവ്. അപ്പോഴ് കർത്താവിന്റെ ദാസൻ പറയുക, സ്തോത്രം, എന്ത് പറയുക? നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? കർത്താവിൽ സന്തോഷിപ്പിക്കും. എന്നെ കർത്താവ് തെരഞ്ഞെടുത്തതിൽ തന്നെ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥനയ്ക്കകത്ത് വന്നിരിക്കുന്നത് തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. എന്റെ കൂട്ടുകാർക്കോ എന്റെ ചാർച്ചക്കാർക്കോ എന്റെ ബന്ധുക്കൾക്കോ ഒന്നും കിട്ടാത്ത ചില സൗഭാഗ്യമാണ് ഞാൻ കർത്താവിന്റെ ലിസ്റ്റിനകത്ത് എന്റെ പേരുള്ളത്. ദൈവത്തിന്റെ ലിസ്റ്റിനകത്ത് എന്റെ പേരുള്ളത്. ആ ദൈവത്തിന്റെ ലിസ്റ്റിനകത്ത് പേരുള്ളത് കൊണ്ടാണ് 2024 പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ പറ്റിയത്.
നമ്മുടെ കുടുംബത്തിനകത്ത് അനുഭവിക്കാൻ പറ്റിയത്. ആരുടെ ലിസ്റ്റിനകത്ത് പേരുള്ളത് കൊണ്ടാണ്? കർത്താവിന്റെ ലിസ്റ്റിനകത്ത് പേരുള്ളത്. അപ്പോഴും ഞാൻ ദൈവ പൈതൽ എന്നുള്ള രീതിയിൽ, കർത്താവിന്റെ മക്കൾ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കാൻ. അപ്പൊ അവിടെ കർത്താവിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക, ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ദൂതാണെന്ന് പകല് പറയുന്നത്. കാര്യം എന്തുവാ? കർത്താവ് ഉള്ളിടത്ത് സന്തോഷമേ ഉള്ളൂ. കർത്താവ് ഉള്ളിടത്ത് എന്തില്ല? പ്രതികൂലമില്ല, പ്രതിസന്ധികൾ ഇല്ല. കർത്താവ് ഉള്ളിടത്ത് എന്തേ ഉള്ളൂ? സന്തോഷമേ. കർത്താവ് ഉള്ളിടത്ത് എന്തുണ്ട്? സന്തോഷമേ ഉള്ളൂ. കർത്താവ് ഇല്ല, കർത്താവ് അമിഹാലൊരു സ്തോത്രം ഇല്ലാത്തടത്ത് ദുഃഖമേ ഉള്ളൂ. ദുഃഖമേ ഉള്ളൂ. കണ്ണുനീരും സ്തോത്രം തോരാത്ത പരാതികളും പ്രയാസങ്ങളുമാണ് കർത്താവ് ഇല്ലാത്തത്. പക്ഷെ കർത്താവ് ഉള്ളിടത്ത് കണ്ണുനീര് തോർക്കുന്ന, അല്ലെങ്കിൽ കണ്ണുനീരിന് സ്റ്റോപ്പ് പറഞ്ഞ് അവിടെ സന്തോഷിപ്പിക്കുന്നതാണ് കർത്താവ് ഉള്ളത്. അപ്പൊ കർത്താവിൽ സന്തോഷിപ്പിക്കും. അപ്പൊ കർത്താവ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സന്തോഷിക്കും. നമ്മളോട് ഇന്ന ആളുള്ളത് കൊണ്ടല്ല നമ്മൾ സന്തോഷിക്കുന്നത്. നമുക്കൊരു കുടുംബം ലഭിച്ചുകൊണ്ടല്ല നമ്മൾ സന്തോഷിക്കുന്നത്. ദൈവം തന്ന കുടുംബമായതുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. ദൈവം തന്ന ഭാര്യയായതുകൊണ്ടാണ് സന്തോഷിക്കുന്ന ഭർത്താവ്. ദൈവം തരുന്ന മക്കളായതുകൊണ്ടാണ് അപ്പനും അമ്മയും സന്തോഷിക്കുന്നത്. കുടുംബം കിട്ടിയോണ്ടല്ല സന്തോഷിക്കുന്നത്, ദൈവം തന്നതായതുകൊണ്ട്. ദൈവമക്കൾക്ക് തരുന്നതെല്ലാം സംതിങ് സ്പെഷ്യലേ തരത്തുള്ളൂ. അല്ലാത്തതൊന്നും ആര് തരത്തില്ല? ദൈവം തരത്തില്ല. ഇത് പകൽ ഓർത്തോണം. നമുക്ക് എന്തെങ്കിലും തരുന്നുവെങ്കിൽ അതെല്ലാം സ്പെഷ്യലായിട്ടാണ് ദൈവം തരുന്നത്. അപ്പോൾ ദൈവം തരുന്നതെല്ലാം ഇപ്പോഴും അനുഗ്രഹപ്പെട്ടതായിരിക്കും. സ്തോത്രം. കർത്താവ് നമുക്ക് തരുന്നതെല്ലാം അനുഗ്രഹപ്പെട്ടതായിരിക്കും. അപ്പോൾ കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷമായിരിക്കും. അപ്പൊ 2025 നമുക്ക് എന്തുവാ വേണ്ടേ? കർത്താവ് കൂടെ ആവും. സങ്കടപ്പെടാനാണ് നമ്മൾ ദിവസം വന്നത്? നമ്മൾ സന്തോഷിക്കാനാവും, സങ്കടം മാറാനാവും. അപ്പൊ രോഗം മാറണമെങ്കിൽ ആരും ചിന്തിക്കണം? കർത്താവ് ചിന്തിക്കണം. സമാധാനം തരണമെങ്കിൽ കർത്താവ് ചിന്തിക്കണം. കടഭാരം മാറണമെങ്കിൽ കർത്താവ് ചിന്തിക്കണം. കുടുംബത്തിനകത്ത് നിത്യമായി സമാധാനം ലഭിക്കണമെങ്കിൽ ആരും ചിന്തിക്കണം? കർത്താവ് ചിന്തിക്കണം. അപ്പോൾ കർത്താവ് ഉള്ളിടത്ത് സന്തോഷമുണ്ടെങ്കിൽ ഈ 2025 എന്റെ കർത്താവിന്റെ കൂടെ കാണണം. കർത്താവ് ഉള്ളിടത്ത് സന്തോഷമുണ്ടെങ്കിൽ എന്റെ ഭവനത്തിൽ, എന്റെ ജീവിതത്തിനകത്തും കർത്താവ് ഉണ്ടാവും. നമ്മൾ ചില മനുഷ്യർ മതി സന്തോഷമുണ്ടെന്ന് പറയും. ചിലർ വന്ന സന്തോഷം കുറച്ച് കഴിയുമ്പോഴേ സന്തോഷം മാറും, ദുഃഖമാവും. ഇല്ലയോ? നമ്മൾ എത്ര സ്നേഹിക്കുന്നവരാന്ന് പറഞ്ഞാലും അവരെ കൊണ്ടെല്ലാം പലപ്പോഴും നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്? ദുഃഖം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവം ഒരിക്കലും നമുക്ക് ദുഃഖം തന്നിട്ടുണ്ടോ? ദൈവം ഒരിക്കലും നമ്മളെ പരീക്ഷയ്ക്കായി ദുഃഖം തന്ന് നമ്മളെ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ദുഃഖം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ചിലതിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് എന്ത് കിട്ടിയേ? ദുഃഖം വന്ന്. അല്ലെങ്കിൽ ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും യോബിനെ പോലെ എന്ത് ചെയ്തു? സന്തോഷിക്കും. പ്രതികൂലം വന്നാലും അദ്ദേഹം സന്തോഷിക്കും. കാര്യം എന്തുവാ? ഞാൻ ദൈവം എന്നോട് കൂടെ ഉണ്ടല്ലോ. അബ്രഹാം പിതാവ് സന്തോഷിച്ചു. അബ്രഹാം പിതാവിന് സ്വത്ത് ഒരുപാട് കൊടുക്കാന്ന് പറഞ്ഞു. നീ നോക്കുന്ന ദേശം മൊത്തം നിനക്ക് തരാം. നീ കാണുന്ന രീതിയിൽ തന്നെ നക്ഷത്രങ്ങളെ എണ്ണുവാണെങ്കിൽ എണ്ണു, അത്രയ്ക്ക് സന്തതിയെ നിനക്ക് തരും. ഈ പറയുമ്പോ എന്തുവാ? വാർത്തയ്ക്ക് സമയത്താ പറയുന്നത്. പറയോ, സന്തതികളെ ഞാൻ തരാൻ പോവാ നിനക്ക്. നിന്റെ സന്തതികൾ ഒരു ജാതിയായി മാറും, അവരുടെ പേര് ഒരു കൂട്ടമായി മാറും, അവന്റെ പേര് ഇസ്രായേൽ എന്നാവും. ഇതെല്ലാം വാഗ്ദത്തം പറഞ്ഞു. പക്ഷെ ഇപ്പോഴൊന്നും അല്ല അബ്രഹാം പിതാവ് സന്തോഷിച്ചു. അബ്രഹാം പിതാവ് അപ്പോഴേ ഗ്ലോറി പറഞ്ഞൊന്നുമില്ല. അബ്രഹാം പിതാവ് പറഞ്ഞത്, ദൈവം എന്നോട് സംസാരിക്കുന്നതാണ് എന്റെ സന്തോഷം. ദൈവം എന്നോട് എപ്പോഴും കൂടിയിരിക്കുന്നതാണ് എന്റെ സന്തോഷം. ഞാൻ ഇരിക്കുമ്പോൾ എന്റെ കൂടെ വരുന്നവനാണ്. ഞാൻ കരയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്നവൻ. ഞാൻ ധൈര്യപ്പെടാതെ ഭയപ്പെടുമ്പോൾ എന്നെ ധൈര്യപ്പെടുത്തുന്നവൻ. സ്തോത്രം. അതാ പറഞ്ഞേ, കർത്താവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിക്കും. അപ്പൊ കർത്താവിനെ വിളിക്കുന്ന ദൈവമക്കൾക്ക് എപ്പോഴും എന്തുണ്ട്? സന്തോഷമുണ്ട്. ആ സന്തോഷത്തെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല, മറ്റാർക്കും മാറ്റാൻ പറ്റില്ല. നമ്മളെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കാണാം. സ്തോത്രം. മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രതികൂലം നമ്മുടെ ജീവിതത്തിനകത്ത് കാണാം. ഇന്ന് പകരം ഓർത്തു, ഞാൻ ഒരിക്കലും നീ അതൊന്നും ഓർത്ത് എന്ത് ചെയ്യത്തില്ല, ദുഃഖിക്കത്തില്ല. ഞാൻ അതൊന്നും ഓർത്ത് എന്ത് ചെയ്യത്തില്ല, ദുഃഖിക്കത്തില്ല. എന്റെ ദൈവത്തിന്റെ സന്തോഷം എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യത്തില്ല, ദുഃഖിക്കത്തില്ല. ഞാൻ യേശുവിനെ വിളിക്കാൻ എനിക്ക് നൽകിയ ഭാഗ്യം തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്.
സ്തോത്രം. ഒരു രോഗം വന്നപ്പോഴേ അയ്യോ എന്ന് വിളിക്കാതെ ആ സമയത്ത് ഓർക്ക് കർത്താവേ അങ്ങന്റെ കൂടെ ഉണ്ടല്ലോ, ഈ രോഗത്തെ എനിക്ക് ജയിക്കാൻ പറ്റും. ഒന്ന് ചിന്തിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ദൈവം നിമിഷ നേരം കൊണ്ട് ആ രോഗത്തെ ജയിക്കുവാൻ, അല്ലെങ്കിൽ ആ രോഗത്തിന്റെ വിഷയത്തിനകത്ത് പരിഹാരമായി ആര് വരും? കർത്താവ് വരും. കാര്യം എന്തുവാ? കർത്താവ് ഉള്ളിടത്ത് സന്തോഷമുള്ളൂ. കർത്താവ് ഇല്ലാത്തതുകൊണ്ടാണ് വേദന വന്നത്, കർത്താവ് ഇല്ലാത്തതുകൊണ്ടാണ് പ്രതികൂലം വന്നത്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞില്ലേ, ചെറിയ വിടുതലെങ്കിൽ ആ ചെറിയ വിടുതൽ ആരെ ഉയർത്തിക്കണം? ക്രിസ്തുവിനെ ഉയർത്ത്. ചെറുതായിട്ടായാൽ പോലും ആരെ ഉയർത്തണം? ക്രിസ്തുവിനെ ഉയർത്ത്. എനിക്ക് എന്റെ ഇടത്തെ കൈ അനക്കാൻ വയ്യ, എന്റെ കൈ അങ്ങോട്ട് അനക്കിയ വേദന, ഇങ്ങോട്ട് അനക്കിയ വേദന. ആ സമയത്ത് കുറച്ചു നേരം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ വിഷയത്തിന് വേണ്ടി സ്തോത്രം ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥന കേൾപ്പിച്ചപ്പോൾ, എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കൈ ഇങ്ങോട്ട് താഴാൻ പറ്റും. എന്നൊരു ഫുള്ള് താക്കാൻ പറ്റിയില്ല, എങ്കിലും എന്റെ കൈ ഇച്ചിരല്ല എനിക്ക് നനയ്ക്കാൻ പറ്റും. അപ്പോഴും നമ്മളോട് ചോദിക്കാം വിടുതൽ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയാം ഇല്ല. കാര്യം എന്തുവാ? നമുക്കിങ്ങനെ ഫുൾ ആവണം. ചെറുതായിട്ടാണെങ്കിൽ അത് നമ്മൾ പറയത്തില്ല. പറയൂ? ഇല്ല. എന്നെ ചെറുതായിട്ട് അനക്കിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം. അപ്പോഴെന്തുവാ ചോദിക്കണ്ടേ? ഒരാൾ വിളിച്ചു ചോദിക്കുക, സിസ്റ്ററെ അല്ലെങ്കിൽ ചേട്ടാ എങ്ങനുണ്ട്? ഒരു മിനിറ്റ് ആദ്യം പറയാം, ഒരു മിനിറ്റ് നോക്കണം. ചെറുതായിട്ട് അനങ്ങുന്നുണ്ടോ? മാറ്റമുണ്ട് കേട്ടോ. എന്റെ കർത്താവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ വേദനയ്ക്ക് കുറവുണ്ട്. എന്റെ കൈ ചലിപ്പിക്കാൻ എനിക്ക് പറ്റുന്നു. എന്റെ കൈകൾ എനിക്ക് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ തന്നെ കാട്ടിയല്ല എന്റെ ശരീരത്തിനകത്ത് ചെറിയ മാറ്റങ്ങൾ തരുന്നുണ്ട്. എങ്കിൽ എന്റെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണ സൗഖ്യവും ഈ ഒറ്റ വാക്ക് ചിലപ്പോൾ ഈ ചോദിക്കുന്ന ആർക്കും ഇരട്ടി ശക്തി ഉണ്ടാവും. നമുക്ക് മാത്രമല്ല, ഈ ചോദിക്കുന്ന വ്യക്തിക്കും എന്ത് ചെയ്യും? ഇരട്ടി ശക്തി, വിശ്വാസം കൂടും. അപ്പോഴദ്ദേഹം പിന്നെ ഒരു വിശ്വാസത്തോടെ, ഒരു സ്തോത്രത്തോടെ നമ്മൾ പറയുമ്പോൾ അവിടെ വിടുതൽ സ്തോത്രം. ഈ തമിഴ്നാട്ടിലെല്ലാം പോയി കഴിഞ്ഞാല്, തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലെല്ലാം പോയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് ആദ്യം എന്ന് പറയും തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവസാനം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും തലവേദനയ്ക്ക് വേണ്ടി. ഉടനെ നമ്മൾ സിസ്റ്ററിന് വേണ്ടി തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശരീരത്തിനകത്തുള്ള എല്ലാം ശക്തമായി പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൗണ്ട് ചെയ്ത് പിന്നെയും ഈ മുട്ടിനും ഭയങ്കര വേദന. നേരത്തെ അങ്ങ് പറഞ്ഞാൽ മതിയെ പറയത്തില്ല. കാര്യം എന്തുവാ? അവരുടെ ചിന്ത ഓരോ വിഷയം എടുത്തെടുത്ത് പ്രാർത്ഥിച്ചാലേ എന്ത് കിടക്കത്തുള്ളൂ. അവർ ചില നിവാസന്മാർ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ പാർട്ടിക്ക് അവസാനം നിൽക്കത്തില്ല, മുങ്ങിക്കളി. കാര്യം എന്ന് പറഞ്ഞാൽ അറിയാം, പിന്നെ പോകാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? ഇങ്ങനെയുള്ള കേസുകൾ പിന്നെ വന്നുകൊണ്ടിരിക്കും. ദൈവം ഒരുവന്റെ തലയെ കൈവെപ്പിച്ചാൽ ഉച്ചി മുതൽ ഉള്ളാങ്കാല് വരെ വിടുതൽ. അവൻ പറയാത്ത രോഗം പോലും, അവൻ അറിയാത്ത രോഗം പോലും അവരുടെ ശരീരത്തിനും ആ കെട്ട് ആരഴിക്കും? കർത്താവ് അഴിക്കും. അത് നീ സ്പെഷ്യലായിട്ട് പറയണ്ട. നിനക്ക് പറയാൻ പറ്റിയില്ല, പറയണ്ട. നീ അങ്ങ് നിന്നുകൊടുത്താൽ മതി. ശരീരത്തിനകത്ത് മൊത്തം വ്യാപരിച്ചിരിക്കുന്ന, നിന്റെ ശരീരത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന, ദിവസങ്ങളുണ്ട്, മാസങ്ങളുണ്ട്, വർഷങ്ങളുണ്ട് നിന്റെ ശരീരത്തെ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശത്രുവായ പിശാചിന്റെ ബന്ധനത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റും. അത് പൂർണ്ണ വിശ്വാസത്തോടെ ചെന്നായിരിക്കണം നിൽക്കേണ്ടത്. എങ്കിലേ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസത്തിനകത്തും ആര് പ്രവർത്തിക്കത്തുള്ളൂ? കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് അത്ഭുതം ചെയ്യും. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിനകത്തില്ല. ഇന്ന് പകൽ ഓർത്തോ, ഞാൻ കർത്താവിൽ സന്തോഷിക്കേണ്ടവൻ. കർത്താവ് എന്റെ കൂടെ ഉള്ളത് ഞാൻ സന്തോഷിക്കേണ്ടവൻ. കർത്താവ് എന്റെ കൂടെ ഉണ്ട്, ഞാൻ സന്തോഷിക്കുന്നുവെങ്കിൽ എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ആരും വേണ്ട. പ്രതികൂലം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ഞാനും കണക്കൂട്ടിയിട്ടുണ്ട്. അയ്യോ പ്രതികൂലം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ അയ്യോ ആരും ഇല്ലായിരുന്നല്ലോ, ഒരുപാട് പേരുണ്ടായിട്ട് ഒരു മൈൻഡ് പോലും ചെയ്യാൻ പോയല്ലോ, അവരൊന്നും ഇടപെട്ടില്ലല്ലോ. ആരും ഇടപെടണ്ട. ആ വിഷയം ആര് കാണുന്നുണ്ട്? കർത്താവ് കാണുന്നു. അങ്ങനെ ഒരു പ്രതികൂലം ഇനിയും നിന്റെ ജീവിതത്തിനകത്ത് ആര് കൊണ്ടുവരത്തില്ല. സ്തോത്രം. പിശാചി കൊണ്ടുവരുവാൻ ആര് സമ്മതിക്കത്തില്ല? ദൈവം സമ്മതിക്കത്തില്ല. പക്ഷെ ഒരുപാട് പേര് വന്ന് സംസാരിച്ച ദൈവം ഇടപെടും. സംസാരിക്കാറുണ്ടല്ലോ. സംസാരിക്കാൻ ആരുമില്ല എന്ന് നീ പേടിക്കേണ്ട. ആ വിഷയത്തിനകത്ത് ആര് പരിഹാരം തന്നു? കർത്താവ് തന്നു. കാര്യം എന്തുവാ? ദൈവം ഇനിയും നിന്നെ അങ്ങനെ ഒരു വിഷയത്തിനകത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഏത് വിഷയമാവട്ടെ, ഏത് പ്രതികൂല വിഷയങ്ങളാവട്ടെ, കർത്താവിൽ സന്തോഷിപ്പിക്കും. ദൈവമക്കളുടെ
ഏറ്റവും കൂടുതൽ ഫസ്റ്റ് 2025 ഞാൻ വിളിച്ചു പറയുന്ന ഫസ്റ്റ് ദൂത. 2025 നമ്മൾ പ്രവേശിക്കാൻ പോവാ. പുതിയ ദൂത ഞാൻ പറയുക. എന്തുവാ? നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക. കർത്താവിൽ സന്തോഷമുള്ളവരാണോ? ആണെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിനകത്തും ആര് പരിഹാരം നൽകും? കർത്താവ് പരിഹാരം. നിങ്ങളെ കഷ്ടത്തിനകത്ത്, നിങ്ങളെ മാനസിക വിഷയത്തിനകത്ത്, സാമ്പത്തിക വിഷയത്തിനകത്ത്, ശാരീരിക വിഷയത്തിനകത്ത്, ജോലി വിഷയത്തിന്, ഏതോ ആവട്ടെ, അതിനകത്തെല്ലാം കർത്താവിന്റെയും സന്തോഷം നൽകും, ഒരു പ്രത്യാശ നൽകും. ഉറപ്പായിട്ട് ഒരു വിടുതൽ ആര് തരും? കർത്താവ് നൽകും. അടുത്ത വാക്യം. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവിൽ സമീപസ്ഥനായിരിക്കൂ. ഒന്നിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തിൽ കൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. അപ്പോഴ് നമ്മളെ പ്ലാൻ എന്തുവാ? പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ പ്ലാൻ എന്തുവാ? അറിയിക്കാവുള്ളൂ. ഇല്ലയോ? നമ്മളെ പരിപാടികൾ എന്തുവാ? അറിയിക്കണ്ടേ? എല്ലാവരെയും ഒന്ന് അറിയിച്ചു. ചിലപ്പോ അവര് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നടക്കുക, ഇവര് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നടക്കുക. അങ്ങനെ ഇങ്ങോട്ട് ഓടി പോകുന്ന പ്രാർത്ഥന ഒന്നും ശരിയാവത്തില്ല. അവസാനം എല്ലാം മുന്തികേറ്റുള്ളൂ. ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ ആ ദൂതിനെ മാത്രം വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ ഭാഗ്യമാണ്. അല്ലാതെ അന്നാ പിന്നെ അവിടെയോട് ഒന്ന് പ്രാർത്ഥിച്ച് ദൂത് നോക്കാം. എന്തുവാ ദൂത്? ഇതെല്ലാം ഇല്ലല്ല, അതിന് തുല്യമായി പോകും. ജാതി ചെയ്യുന്നതിന് തുല്യമായി പോകും അല്ലേ? കവടി നിരക്കാൻ പോകുന്നതിന് തുല്യമാകും. അവിടെ ചെന്ന് പ്രശ്നം, ഇവിടെ പ്രശ്നക്കാരൻ, അവിടെ പ്രശ്നമെല്ലാം നോക്കാൻ പോകുന്നതിന് തുല്യമായി പോകും. ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ടോ? ആ ദൂതിനെ ആദ്യം മുറുകിപ്പിടിക്കും. ആ ദൂതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ദൈവമക്കളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ മാറിപ്പോയി. നിങ്ങൾ അവിടെ വെച്ച് ആ ദൂതിനെ മുറുകി പിടിക്കണം. എന്റെ ദൈവം എന്നോട് ആദ്യം പറഞ്ഞെഴുതാം. ദൈവം എന്നോട് ആദ്യം പറഞ്ഞെഴുതാം. ഇനി എത്രയെല്ലാം ഓപ്പോസിറ്റ് കാര്യം വന്നാലും ഞാൻ മാറിപ്പോത്തില്ല. കാര്യം എന്തുവാ? ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ മാനസികമായിട്ട് ചിലപ്പം തകർന്നും ആ ദൂത് കേട്ടാലും ആ ദൂതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മൾ ചിലപ്പോൾ തകരുമ്പോഴാണ് ചിലപ്പോൾ അതേ ദൂത് തന്നെ പലരും വന്ന് പറയുന്നത്. അതേ ദൂത്. കാര്യം എന്തിനറിയാം? കൂടുതൽ ബലപ്പെടാൻ. ഒരു ദൂത് നമ്മൾ കേട്ടെ, ആ ദൂത് തന്നെ മാറ്റമില്ലാതെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഓർക്കണം എന്തുവാ? നമ്മൾ ബലഹീനം മാറിയിട്ടില്ല. നമ്മൾ ഇപ്പോഴും ബലഹീന പാത്രമാണ്. നമ്മൾ ഇതുവരെ അതിനകത്ത് ഉറച്ചിട്ടില്ല, ബലപ്പെട്ടിട്ടില്ല. എനിക്ക് അതിനകത്ത് ഉറച്ചേ പറ്റും. അങ്ങനെ ഒന്ന് ഉറച്ച് പ്രാർത്ഥിച്ചു നോക്ക്. നിശ്ചയമായി ആ ദൂത് ആര് നിവൃത്തിയാക്കി തരും? ദൈവം നിവൃത്തിയാക്കും. ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൂത് മാറ്റി പറയാൻ ദൈവം നിൽക്കത്തില്ല. ദൈവം ആ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ആ ദൂതിനകത്ത് ആര് പ്രവർത്തിക്കും? ദൈവം പ്രവർത്തിക്കും. അത് വിശ്വസിച്ചാൽ. ഞാൻ അങ്ങനെയാണ് പോകുന്നത് ദൈവമക്കൾ. ഞാൻ ഓരോ ദൂത് കേട്ട ആ ദൂതിനകത്ത് മുറുകി പിടിച്ചിരിക്കുന്നത്. ദൈവത്തോ പലപ്പോഴും പതറാറില്ല എന്നല്ല, പലപ്പോഴും പല പ്രതിസന്ധി വരുമ്പോൾ എല്ലാം പതറിയിട്ടുണ്ട്. പക്ഷെ പതറുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും എന്നെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കാറുണ്ട് ആ ദൂത്. ചിലപ്പം ഞാൻ പതറുന്ന സമയത്തായിരിക്കും സുനിത ഉറപ്പിക്കുന്ന ദൂത് ഉറപ്പിക്കും. ചിലപ്പം സ്തോത്രം, ചിലപ്പം നമ്മളെ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളെ വിശ്വാസികൾ ദൈവമക്കളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ചില സാക്ഷ്യത്തിന് ആ ദൂത് കേൾക്കുന്നത്. അപ്പോഴൊന്നുകൂടും അതിനകത്ത് എന്തെയും ഉറയ്ക്കും. വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എന്തോ ചെയ്യണമെന്നോ നമ്മൾ പതറിയിരിക്കുക. പതർച്ച മാറ്റാൻ വേണ്ടി വീണ്ടും വീണ്ടും കേൾപ്പിക്കുന്നത്, ഉറച്ചോളാൻ, ബലപ്പെടുവാൻ. അല്ലാതെ അയ്യോ ഇത് വീണ്ടും വീണ്ടും എന്തിനാ കേൾപ്പിക്കുന്നതെന്നല്ല, വീണ്ടും വീണ്ടും കേൾപ്പിക്കുന്നതല്ല. ഈ ദൂതേ ഉള്ളൂ, ഇതിനപ്പുറത്തൊരു ദൂത് ഇല്ല എന്ന് ഉറപ്പിക്കുമോ എന്ന് നീ അതിനകത്ത് വിശ്വസിക്കും, ഉറക്കേ. ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. സ്തോത്രം. ഞാൻ എന്നും ഈ ടൗണിൽ വരുമ്പോൾ ഈ ഞായറാഴ്ച ഒരു ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ ദിവസം ഞാൻ പാർച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും പാർച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കും ഇതുപോലെ ദൈവമക്കളെ, ബസ്സിൽ വരുന്ന ദൈവമക്കളെ കർത്താവ് സ്പെഷ്യലായിട്ട് കരുതണം. അവർക്ക് വരുന്നതിനും പോകുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകും. നടന്നു വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, വരാനും പോകാനും ബുദ്ധിമുട്ടുണ്ടാകും. സ്കൂട്ടറെ വരുന്നെങ്കിൽ അവർക്ക് വരാനും പോകാനും ബുദ്ധിമുട്ടുണ്ടാകും. സ്തോത്രം. അതേപോലെ കാറിൽ വരുന്ന ദൈവമക്കൾക്ക് വരാനും പോകാനും ബുദ്ധിമുട്ടുണ്ടാകും. സ്തോത്രം. അതേപോലെ തന്നെ അവർ വിട്ടേച്ചു വരുന്ന ഭവനത്തെ അവർക്കുള്ളതിനെ എല്ലാം ഇത് എല്ലാം ആഴ്ച ഈ ഞായറാഴ്ച കഴിഞ്ഞാൽ
ഡെയിലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് ഒരു വട്ടം അല്ല, ഒരുപാട് വട്ടം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എല്ലാം പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയം. അവരുടെ ദേശത്ത്, അവരുടെ പട്ടണത്തിൽ, അവരുടെ ഭവനത്തിനകത്തെല്ലാം അവരെന്ത് ചെയ്യണം? അനുഗ്രഹപ്പെടണം. അതുപോലെ വണ്ടി കൊണ്ടിടാനുള്ള സ്ഥലം ദൈവം ഒരുക്കി തരണം. പ്രതികൂലമുണ്ട്, ഞങ്ങൾക്ക് വണ്ടി കൊണ്ടിടാനും എടുക്കാനും ഒന്നും വണ്ടിയല്ലേ, പ്രതികൂലം ഉണ്ടാവില്ലേ, അവിടെ എല്ലാം ആരെ അത്ഭുതം ചെയ്യണം കർത്താവ്. അപ്പോഴ് സ്തോത്രം, ചിലപ്പം നമ്മൾ പ്രാർത്ഥിച്ച് ചിലപ്പോൾ രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തായിരിക്കും വണ്ടി കൊണ്ടിടാൻ ഇതിന്റെ ഫ്രണ്ട് മൊത്തം പ്രതികൂലം. അപ്പോഴേ ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കർത്താവ് കേട്ടു. കർത്താവ് ഒരു ഡേറ്റ് ഇച്ചിരി നേരം നിൽക്കുമ്പോൾ കൊണ്ട് ഇടാൻ പറ്റും, ഇടാൻ പറ്റും, എങ്ങനെങ്കിലും കൊണ്ടിടാൻ ദൈവസ്ഥാനം തരും. സ്തോത്രം. ചിലപ്പോൾ ഇച്ചിരി മുഷിയേണ്ട വരും, മുഷിഞ്ഞാലിരിക്കേണ്ട വരും. എങ്കിലും അതിന്റെ പ്ലാൻ എന്തോന്നറിയോ? പിശാചിന് ഈ പ്രാർത്ഥന പൊളിക്കാനും പിശാച് നോക്കും. നമ്മളെ ഈ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തോട് എപ്പോഴും അപേക്ഷിക്കുന്ന ഓരോ പ്രാർത്ഥനകൾ പൊളിക്കാൻ ആര് നോക്കുന്നത്? പിശാച് നോക്കുന്നത്. ചില വട്ടം വരുമ്പോൾ വിശാലമായിട്ട് കിടക്കും. സ്തോത്രം. ഇന്ന് പകല് ഞങ്ങൾ വന്നപ്പോൾ സ്തോത്രം ഓപ്പോസിറ്റ് സ്തോത്രം ഒരു അശോക് നടത്തുന്നുണ്ട്. അവിടുത്തെ ഒരു ലേഡിയുണ്ട്, അവർക്ക് ഭയങ്കര പ്രശ്നമാണ് വണ്ടി കൊണ്ടിട്ട്. അവരുടെ ഫ്രണ്ടിലല്ല ഇടുന്നത്, ഇത് റോഡിലാണ് കിടക്കുന്നത്. അവിടെ പാർക്കിംഗ് ഉണ്ട്, അവിടെ നോ പാർക്കിംഗ് ബോർഡ് ഇല്ല. ഇന്നൊരു ഓട്ടോക്കാരനെ വിളിച്ചു നിർത്തിയേക്കോ ഉടക്കാൻ സംസാരമുണ്ട്. സ്തോത്രം. അവൻ വണ്ടി ഇടിപ്പിക്കത്തില്ല. നമ്മൾ വണ്ടി ഇട്ടിട്ട് നമ്മൾ കയറി വന്നു. പ്രൈസോ. വണ്ടി സൈഡിലോട്ടും ചൂടോ അവരുടെ അടുത്തൊന്നും മാറ്റിയിട്ടിട്ട് നമ്മൾ കയറി വന്നു. പ്രൈസോ. അവിടെ വണ്ടി ഇടുന്നതിനകത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല. അവിടെ 3-4 വണ്ടിയെ ഇടാൻ പറ്റത്തുള്ളൂ, വിഷയങ്ങളൊന്നുമില്ല. പ്രൈസോ. എങ്കിലും ഈ സ്ത്രീക്ക് ഇവിടെ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തെ സമയം വരുന്നത്, ഇവിടെ വരുന്നത് പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ കാണുമ്പോഴേ അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു ഓട്ടോക്കാരനെ കൊണ്ടുവന്ന് സ്തോത്രം. ഓട്ടോക്കാരെ ഓർത്ത് ഇപ്പൊ വലിയ സംഭവം നടക്കും. പ്രൈസലോ. പഴയൊക്കെ സ്വഭാവം ഒന്നും അറിയാത്തതുകൊണ്ട് പ്രൈസലോ. പഴയ ചരിത്രങ്ങളൊന്നും അവൻ അറിയത്തില്ല, പുതിയ പയ്യനാണെന്ന് തോന്നുന്നു. പ്രൈസലോ. സ്തോത്രം. ഞാൻ എപ്പോഴും ഓർത്ത് ദൈവമേ പണ്ടത്തെ വല്ലതും ആയിരുന്നെങ്കിൽ ഇവന്റെ അവസാനത്തെ സംസാരമായിരുന്നു. സ്തോത്രം. ഇവർക്ക് അറിയാത്തുണ്ട്. അന്ന് ആ സ്ത്രീയുടെ ആ ആങ്ങളമാരുമായിട്ടെല്ലാം നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്, ബന്ധങ്ങളുള്ളത്. അവരുടെ കുടുംബക്കാരുമായിട്ട് പലരുമായിട്ട് നമുക്ക് നല്ല ആഴമായിട്ട് ബന്ധമുള്ളത്. നമ്മളൊന്നും സംസാരിക്കില്ല, അധികം സംസാരിക്കില്ല. നിനക്ക് ചെയ്യാൻ പറ്റും ചെയ്യുന്ന വണ്ടി നമ്മള് അവരുടെ കടയിൽ നിന്ന് വെച്ചിട്ട് മാറ്റിയിട്ടിട്ട് നമ്മൾ കയറി വന്നു. പ്രൈസോ. അവൻ അവിടെ നിന്നുകൊണ്ട് ഭയങ്കര ഡയലോഗെല്ലാം അടിക്കുന്നതായിട്ട്. പ്രൈസോ. ഞാൻ പറയുക, അപ്പോഴ് ഞാൻ ദൈവത്തോട് പറയും, കർത്താവ് ഇത് ഞാൻ ഇത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, എന്നിട്ട് എന്താ കർത്താവ് ഇപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞായിരുന്നു ഇവ എന്നെ നോക്കിയിട്ട് അങ്ങ് പോയാൽ. 5 മിനിറ്റ് കഴിയുമ്പോൾ അവൻ പോയി. പ്രൈസോ. അപ്പൊ നമുക്ക് കർത്താവ് എന്തായിരുന്നു എന്നെ ഒരു 5 മിനിറ്റ് താമസം വന്നാൽ പോയായിരുന്നു. ഇത് ദൈവത്തോട് ചോദിക്കണം. ഇത് കയറി വന്നപ്പോഴാണ് ദൈവം എന്നോട് പറഞ്ഞേ, നിനക്ക് ഹോള് തരാൻ സമയം, എന്റെ വാഹനങ്ങളൊന്നും പുറത്തിടാൻ അനുവദിക്കത്തില്ല. ദൈവം അതിനുള്ള വിശാലമായ സ്ഥലം ഒരുക്കും. അപ്പൊ പ്രതികൂലമുണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പ്രാർത്ഥിക്കത്തുള്ളൂ. എന്നെ മാനസികമായിട്ടൊരു 10-15 മിനിറ്റ് അതിനെ തളർത്തിയെങ്കിലും ചില വിഷയങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ബലം പ്രാപിക്കാൻ തുടങ്ങി. ശക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബലപ്പെട്ട് പുറത്തു വരാൻ പറ്റും. കാര്യം എന്തുവാ? പ്രതികൂലം വേണം. പ്രതികൂലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പ്രാർത്ഥിക്കണം. അത് എല്ലാ ആഴ്ചയിലും ഈ സഭ തുടങ്ങി അന്ന് മുതൽ വർഷങ്ങൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് പ്രതികൂലം വരുമ്പോൾ ഓർത്തോണം ആര് പ്രവർത്തിക്കുന്നു. ദൈവം ഇന്ന് അത് കഴിഞ്ഞപ്പോഴാണ് ദൈവം തന്നൊരു ദൂതാ പറഞ്ഞത്. സ്തോത്രം. ഒരു ദൈവ പൈതലിനെതിരെ ദൈവം നിർത്തത്തില്ല. ആരെ? ഒരു വ്യക്തിയെ നിർത്തത്തില്ല. കാര്യം ദൈവമക്കളെ കൂടെ ആരും അതിനെന്ത് ചെയ്യണം? നീ മിണ്ടാതിരുന്നാലേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? മറുപടി. ഞാൻ ഒരു ചെറിയ കാര്യത്തിന് പോലും ഞാൻ എല്ലാ കാര്യത്തിനകത്തും അടുക്കും ചിട്ടയായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ഈ പ്രതികൂലം വരുന്നത്. മനസ്സിലായി? പക്ഷേ ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് എന്ത് വേണം? എല്ലാ കാര്യത്തിനകത്തും ഉണ്ടാവണം. വലിച്ചു മാറിയ ഒരു ജീവിതം ഉണ്ടാവില്ല. എല്ലാ രീതിയിലും അടുക്കും ചിട്ട ഉണ്ടാവും. ഭവനത്തിനകത്ത് വരുമ്പോൾ ഒരു അടുക്കും ചിട്ട ഉണ്ടാവും, ഒരു വൃത്തി ഉണ്ടാവും. നമുക്ക് ദൈവം തന്ന കൊച്ചു ഭവനമായാലും വലിയ ഭവനമായാലും, കൊച്ചു വാഹനമായാലും വലിയ വാഹനമാവട്ടെ, എന്തോ ആവട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് എന്തുണ്ടാവണം? ഒരു അടുക്കും ചിട്ട ഉണ്ടാവും. അതുപോലെ ഓരോ സാധനങ്ങൾ മേടിച്ചു കൂട്ടുമ്പോഴും അതിനകത്ത് ഒരു അടുക്കും ചിട്ട ഉണ്ടാവും. ഒരു തരം ഒരു വേസ്റ്റ് ആക്കുന്ന രീതിയിലുള്ള ചിലർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം വേസ്റ്റാ. ചുമ്മാ വാരിക്കോരി മേടിച്ചേക്കോ. അങ്ങനെ ആവല്ലേ. നമുക്ക് കിട്ടുന്ന സമ്പത്ത് ആര് തരുന്നതാണ്? ദൈവം തരുന്ന. ഓരോ രൂപ ചിലവാക്കുമ്പോഴും, ഓരോ പർച്ചേസിങ് കഴിയുമ്പോഴും. ഇപ്പൊ ഞാൻ ഒരു പർച്ചേസിങ് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വന്നാൽ ഞങ്ങൾ എല്ലാവരും കൈ അതിനകത്ത് വെച്ച് പ്രാർത്ഥിപ്പിക്കും, ബില്ലിനകത്ത് വെച്ച് പ്രാർത്ഥിപ്പിക്കും. കാര്യം എന്തുവാ? എല്ലാം ദൈവം തന്നതാണ്. അതിനകത്ത് ഒന്നുപോലും എന്ത് ചെയ്യല്ലേ? നഷ്ടപ്പെട്ടു പോലെ. അതുകൊണ്ട് ഒരു രൂപ നഷ്ടപ്പെട്ട ഭയങ്കര വേദനയാണ്. അതെന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? വേദനയാണ്. പ്രൈസറോ. കാര്യം എല്ലാ ദൈവമക്കളെ ഭവനത്തിനകത്ത് ഒന്നുണ്ടാവണം, ഒരു അടുക്ക്. അതുപോലെ ദൈവമക്കൾ എവിടെ ചെന്നാലും ചില കാര്യങ്ങൾക്കകത്ത് എന്തുണ്ടാവണം? അടുക്കും ചിട്ടമുണ്ട്. ഒരു അവിയൽ പരുവം ആവണം.
ജീവിതം ഒരു അവിയൽ പരുവം. ചിലവരെല്ലാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നിപ്പോകും. അവിയൽ പരുവം. ഉള്ളതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരടുക്കം. ഈ അടുക്കം ചിട്ടയായിരിക്കണം ആത്മീയ ജീവിതത്തിനകത്ത്. എന്ത് വന്നാലും എന്റെ ഒരു ആത്മീയ ജീവിതമുണ്ട്, ഞാനും ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിന്ന് മാറി ഒരു നന്മ എനിക്ക് വേണ്ട, എനിക്ക് അതിൽ മതി. ആ ഉറപ്പുണ്ടാകും. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറയേണ്ട ഒരു കാര്യം പറയുക. സ്വന്തം വചനത്തിനകത്ത് പറയുന്നു, ശത്രുക്ക്, മേശക്ക്, അബോനികവും. ഈ 3 പേരും അവരുടെ കൂട്ടത്തിനകത്ത് ആർക്കും ലഭിക്കാത്ത സ്ഥാനമാണ് ആര് കൊടുത്തിരിക്കുന്നത്? രാജാവ് കൊടുത്തിരിക്കുന്നത്. നെഹെമ്യാസ് രാജാവ് കൊടുത്തിരിക്കുന്നത് അവർക്ക് 3 പേർക്ക് കിട്ടാത്ത ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥാനം. അവരുടെ ഇസ്രായേൽ ജനത്തിലെ മറ്റുള്ള അല്ലെങ്കിൽ സ്തോത്രം ആ കൂട്ടത്തിലുള്ള ഒറ്റയൊരെണ്ണത്തിന് ലഭിക്കാത്ത, മറ്റുള്ള അടിമത്തി കിടക്കുക. അപ്പോഴേ ഈ 3 പേർക്ക് രാജകീയ സ്ഥാനം എന്ന് പറഞ്ഞാൽ രാജകീയ പുത്രന്മാർ എങ്ങനെ കഴിയുന്ന അതേപോലെ അവർക്ക് കൊട്ടാരത്തിൽ കഴിയുക. ആ രീതിയിലേക്ക് അവരെ തെരഞ്ഞെടുത്ത്, അവരുടെ ബുദ്ധിയെ കണ്ട തെരഞ്ഞെടുത്തേക്കുന്നത്, ദൈവം കൊടുത്ത ബുദ്ധി. എന്നിട്ട് പോലും ഒരു ഘട്ടത്തിനകത്ത് ദൈവമാണോ വലുത്, രാജാവാണോ വലുത് എന്ന് വന്നപ്പോൾ അവർക്ക് കിട്ടിയ സൗഭാഗ്യമോ നന്മയോ അനുഗ്രഹമോ ഒന്നുമല്ല അവർ നോക്കിയേ. അവരെടുത്തതായി പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ അല്ലാതെ, യഹോവയെ ദൈവത്തെ അല്ലാതെ വേറെ ആരെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല, ആരാധിക്കത്തില്ല, ഉയർത്തത്തില്ല ഞങ്ങളുടെ ജീവിതത്തിനകത്ത്. എന്നാല് പറയാൻ പറ്റും, എന്തുവാ നീ രാജ്യത്തിന്റെ ജോലി ചെയ്തു, നിന്റെ ജോലി ഭാഗമല്ലേ, നീ ഉമ്മ ഒന്ന് നമസ്കരിച്ച പോലെ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, അത് ഏറ്റെടുക്കണ്ട. നിന്റെ മനസ്സുകൊണ്ട് നീ ഇന്നത്തെ പാസ്റ്റർമാര് പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ, ഇന്നത്തെ വിശ്വാസികൾ പറയും, നീ ഒരു കാര്യം ചെയ്യും, ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിന്റെ ജോലി പോകുന്നില്ല. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, ഞായറാഴ്ച ഞാൻ പറഞ്ഞു, പിതാക്കന്മാര് ഈ ജോലിയെ, ഈ നന്മകളെ എല്ലാം കളഞ്ഞിട്ടാവുന്ന കാര്യം എന്തുവാ? എനിക്ക് ആരാധനയും എന്റെ പ്രാർത്ഥനയ്ക്കും അപ്പുറമായ ഒന്നും എനിക്ക് ഈ ലോകത്തിൽ വേണ്ട. എനിക്ക് വേണ്ടത് എന്റെ പ്രാർത്ഥനയും ആരാധനയും, അതിന് അനുകൂലമുള്ളത് മതി എന്ന് പറഞ്ഞ് ഇന്ന് പലരും എന്ത് ചെയ്തേക്കുക? കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ പറയും, നീ പൊക്കോ, കുഴപ്പമില്ല, അതൊന്നും ഒരു വിഷയമല്ല, നീ ഇപ്പുറത്ത് വന്നിരുന്നു. അതല്ല, അവര് കളഞ്ഞു. അവർക്ക് വന്ന് നമസ്കരിക്കാൻ പോരെ. അന്നായിരുന്നെങ്കിൽ അവരുടെ അപ്പനമ്മയും പറയാം, നീ നമസ്കാരം, നീ ഉമ്മ കളയല്ലേ, നിനക്ക് കിട്ടിയിരിക്കുന്ന പൊസിഷൻ കളയല്ലേ. അവരെന്തു പറഞ്ഞേ? ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവത്തെ അല്ലാതെ. അവർക്ക് അതിനുള്ള പ്രതിഫലം എന്തോ? ജോലി പോകുന്നതല്ല, പ്രതിഫലം എന്തുവാ? മരണമാണ്. പറഞ്ഞേക്കുവാ, രാജ്യത്തിന്റെ വിളംബരമാ, രാജാവിന്റെ വിളംബരമാ. എന്തുവാ? വിറം കൂട്ടി ഇട്ടേക്കുവോ, വലിയ തീപ്പന്തം ഇട്ടേക്കോ, തീ കൂട്ടി ഇട്ടേക്കുവോ. അന്നപ്പോൾ രാജാവ് പറയുക, ഇപ്പോ കൂടുന്ന തീയിട്ട് 7 ഇരട്ടി കൂട്ട്. എന്നിട്ട് ഉമ്മമാരെ അതിലോട്ട് കയറി. ഫ്രണ്ടിൽ എന്തുവാ? മരണമാ. ഫ്രണ്ടിലെ സാധാ നല്ല മരണമല്ല, എന്തുവാ? വെന്തെരിയുന്ന മരണം. അതിന്റെ മധ്യയിൽ നിന്നുകൊണ്ട് അവര് പറയുക, ജോലി പോകുന്നതല്ല അവരുടെ വിഷയം, മരണമാ. അവരതിന്റെ പറ്റി എന്നുകൊണ്ട് പറയാ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ അല്ലാതെ ഞങ്ങളുടെ ദൈവത്തെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പക്ഷെ ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിട്ടുണ്ട്, പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ദൈവം ആരെന്ന് പിതാക്കന്മാര് പറഞ്ഞു. ഇന്ന് പല പിതാക്കന്മാരും തലമുറയോട് പറയുന്നില്ല. അതാണ് തലമുറയ്ക്ക് വന്ന പ്രശ്നം. അവിടെ ചെയ്യുന്ന തലമുറ ഇതെല്ലാം ഫോളോ ചെയ്ത് വരുവാന്ന. തലമുറ ഫോളോ ചെയ്യുന്നില്ലെന്ന് അവർ മനസ്സിലാക്കിയില്ല. അവരുടെ തലമുറയെ മാറ്റിയെടുത്തിട്ട് മറ്റുള്ള തലമുറയെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. ഇന്ന് സഭയ്ക്കാം എന്ത് ചെയ്യുക? ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് വിട്ട് ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ 3 ചെറുപ്പക്കാരെ എന്ത് ചെയ്തു? ആ തീയിലേക്ക് എറിയാൻ കൽപ്പന കൊടുത്തു. അവർക്ക് അപ്പോഴും പ്രശ്നമില്ല. ഞാനവർക്ക് തീയുടെ അടുത്തേലും നിലവിളിക്കുന്നു, അയ്യോ ഒന്നല്ല 10 വട്ടം നമസ്കരിക്കാമേ, ഞാൻ എന്നെ ഒന്ന് വിട്. നമ്മളെല്ലാം പറയും, ഒന്നല്ല ഒരു 100 വട്ടം നമസ്കരിക്കാം, കാര്യം പിടിക്കാമോ, വേണം പിടിക്കാം, എന്നെ വിടാൻ പറയും. തീയുടെ ഉടം വരെയെല്ലാം പോകും. നമ്മൾ ചില വിശ്വാസത്തിൽ ചില കാര്യങ്ങൾക്ക് അറ്റം വരെയെല്ലാം പോയിട്ട് പിന്മാറി പോയിക്കാം. അതുകൊണ്ട് നന്മ പ്രാപിക്കണം. സ്തോത്രം. ഇല്ലെന്ന് പറയാൻ പറ്റൂ? നമുക്ക് പറയാൻ പറ്റൂ. സ്തോത്രം. ചിലത് നമ്മളെ അല്പലാഭത്തിന് വേണ്ടി നമ്മൾ ചിലത് വിടും. നമ്മൾ ദൈവത്തെ വിട്ടിട്ടില്ലയോ? ദൈവത്തിന്റെ ക്രൂശിലെ സ്നേഹത്തെ നമുക്ക് ഓർത്താൽ വിടാൻ പറ്റത്തില്ല. പക്ഷേ അവരെന്ത് ചെയ്തു? അവിടം വരെ കൊണ്ടുപോയപ്പോൾ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുവാ? ഇവരെ എടുത്ത് തീരോട്ട് എറിഞ്ഞപ്പോൾ ഈ എറിയാൻ പോയവൻ തീക്കകത്ത് വെന്തു. കാര്യം എന്തുവാ? അത്രയ്ക്ക് തീയാണ്. ആ തീക്കകത്താവുമ്പോ ഒരു വീടില്ല. അവൻ തീയുടെ ഇപ്പുറത്തെ നിന്നോമാരാ. ഇവന്മാരെ 3 പേരെ എടുത്ത് തീയിലോട്ട് എറിഞ്ഞു. ഈ എറിഞ്ഞോടെ തന്നെ എന്ത് ചെയ്തു? ഇവന്മാരെറിഞ്ഞു. അത്രയ്ക്ക് തീയുടെ ചൂടായിരുന്നു എന്ത് ചെയ്യുന്നത്? അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കണക്കൂട്ടുക. ആ ഇട്ടവന്മാര് മുഴുവനും ഇടാൻ ഒരുത്തനല്ലായിരിക്കും പോകുന്നത്. ഒരുത്തനെ ചുമക്കാൻ 2 പേരെങ്കിലും വേണമല്ലോ. ചുമന്ന് എടുത്ത് എറിഞ്ഞതാ. എറിഞ്ഞപ്പോൾ
ഈ ഇട്ടവന്മാരെല്ലാം എന്ത് ചെയ്തു? എരിഞ്ഞു. രാജാവ് പറഞ്ഞേ സ്തോത്രം. രാജാവ് പറഞ്ഞ് കേൾക്കാൻ പോയതാ, ഇടാൻ പോയതാ. ചിലവരുണ്ട് ദൈവത്തെ വിട്ടിട്ട് ചിലവരുടെ പുറകെ പോകും. അതിനെന്ത് ചെയ്യും? അവന് കിട്ടിയില്ലെങ്കിൽ ഇവന് കിട്ടും, ഇവന് കിട്ടും. സ്തോത്രം, സ്തോത്രം. അടി ഇവന് കിട്ടും. ഇട്ടവൻ ഇട്ട് രാജാവ് കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഇട്ടവന്മാരെല്ലാം എരിഞ്ഞു പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്തുവാ? രാജാവ് ഓർത്ത് അവന്മാർ എരിഞ്ഞു കാണുമെന്ന് നോക്കുമ്പോ എന്തുവാ? മൂന്നവന്മാർ നടന്നു തീക്കാത്ത് കിടന്നു നടക്കും. നോക്കുമ്പോഴേ 3 അല്ല 4 എനിക്ക് ആ വാദനം എല്ലാം കേൾക്കുമ്പോൾ സത്യം പറയാൻ ഈ കോരിത്തിരിക്കും. എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ അങ്ങ് ഒതുങ്ങുക. കുറെ വചനത്തിനകത്ത് വരുന്ന ചിലതിനകത്ത് ഇതൊന്നും അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്തുവാ? 4ാമത് രാജാവ് ഉടനെ അടുത്തേക്ക് നമ്മൾ ചോദിച്ചു, നമ്മൾ ഇട്ട 3 എടാ ഇട്ടവന്മാരെല്ലാം വെന്തുപോയി. ഇട്ട 3 ഇട്ടേ ഇത് നോക്കണ 4ാമത് എന്റെ കണ്ണിന്റെ പ്രശ്നമാണെങ്കി സ്തോത്രം. അവന്മാരെല്ലാവരും നോക്കുക എന്തുവാ? 4ാമത് സ്തോത്രം. അവന്മാരിട്ടപ്പോൾ അവന്മാരുടെ ഡ്രസ്സിനോ ചെരുപ്പിനോ ഒന്നും തീ പിടിച്ചിട്ടില്ല. അവര് 4 പേര് കൈകോർത്ത് റൗണ്ട് ചെയ്ത് നടക്കുക തീക്കാത്ത. നമ്മൾ വീഴാൻ വരേണ്ടി നിൽക്കത്തില്ല. വീഴുന്നതിന് മുമ്പ് നമ്മൾ പിന്തിരിഞ്ഞു പോകും. പല വിഷയത്തിനകത്ത് വീഴുമ്പോഴേ വീട് കഴിഞ്ഞാൽ വിടുതൽ അറിയുന്നില്ല. വീട് കഴിഞ്ഞാൽ നമുക്ക് ഒരാളോട് ഇറങ്ങി വരും നമ്മളോട് നടക്കാൻ. അത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. നമ്മൾ അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? പിന്തിരിഞ്ഞു. അങ്ങനെ 4ാമത് നടക്കുന്നു. രാജാവ് ഉടനെ പറഞ്ഞു അവരെ പുറത്തു കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു. അവരെടുത്തോണ്ട് പുറത്തു വരാൻ പറഞ്ഞു. പുറത്തു വന്നപ്പോഴും 3 പേരാ വന്നു. ഒരാളെ കണ്ടില്ല. അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ദൈവമക്കളെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? സ്തോത്രം. ഉടനെ രാജാവ് പറഞ്ഞു ഈ ദൈവം ആ ജീവനുള്ളത്. അതുവരെ അദ്ദേഹം ഓർത്തു അദ്ദേഹം സേവിച്ചു നിൽക്കുന്ന ദൈവമായിരിക്കും വലുതെന്ന് മനസ്സിലായി. അന്നപ്പോൾ അദ്ദേഹം തിരുത്തി പറഞ്ഞു. ആ രാജ്യത്തിൽ കേൾക്ക എല്ലാവരോടും പറഞ്ഞു ജീവനുള്ള ദൈവം ഒറ്റയൊരാളേ ഉള്ളൂ. അദ്ദേഹോവയ ദൈവമാ. ഇവരുടെ കൂടെ ഇതിന്റെ 3 പേരെ തീയിട്ടപ്പോ അതിനോടൊപ്പം കൂടെ നടന്നില്ലയോ? അതാണ് ജീവിക്കുന്ന ദൈവം. ആ ദൈവത്തെ ആരാധിക്കാവൂ. ആ ദൈവത്തെ ആരാധിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തെയാണ് ആരാധിക്കുന്നത്. കാര്യം എന്തുവാ? സ്തോത്രം. ജീവനുള്ള ദൈവം. അത് പറയാൻ കാരണം എന്തുവാ? അവര് 3 പേരെ സ്ഥാപിച്ച് കാണിച്ചു കൊടുത്തു. പലപ്പോഴും നമുക്ക് പറ്റാത്തത് അവർ ചെയ്തു. ഇന്ന് പ്രിയ മക്കളെ, സഭയ്ക്കകത്ത് ചില ഉയർച്ചകൾ ഉണ്ടാവാതെ, ചില വിടുതലുകൾ ഉണ്ടാവാതെ, ദൈവമക്കൾക്ക് എത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും ഉയർച്ചയുണ്ടായാലും പലപ്പോഴും അവർ സാർത്ഥരാകുന്നു. അവർ പലപ്പോഴും ആരെ മറന്നു പോകുന്നു? ദൈവത്തെ മറന്നു പോകും. അവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ മറന്നു പോകും. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്തോത്രം. ആ ഓട്ടോക്കാർ പഴയ സ്വഭാവ വാക്കുപോലും ഉപയോഗിക്കാൻ പാടില്ല, തെറ്റാകും. നമ്മൾ പഴയ മനുഷ്യനല്ല. ആരാ? പുതിയ മനുഷ്യനാണ്. നമ്മൾ പുതിയ മനുഷ്യനാണ്. സ്തോത്രം. പുതിയ മനുഷ്യനാണ്. പഴയതെല്ലാം തീർന്നു. പണ്ടായിരുന്നെങ്കിൽ വേറെ രീതിയാണ്. അതല്ല ഇപ്പോ. ആരാ? പുതിയ മനുഷ്യനാണ്. സ്തോത്രം. നമ്മൾ ആർക്ക് വേണ്ടിയുള്ളതാണ്? ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. കർത്താവിന് വേണ്ടിയുള്ളതാണ്. സ്തോത്രം. കർത്താവിനുള്ളതാണ്. സ്തോത്രം. സ്തോത്രം. പുള്ളിക്കാരൻ അത്രയും സംസാരിച്ച കാര്യം സ്വന്തം ബൈബിളെല്ലാം പിടിച്ച് ഓപ്പണായിട്ട് പുറത്തിരിപ്പുണ്ട്. അവനറിയാം പ്രാർത്ഥനക്കാരെന്ത് ചെയ്യത്തില്ലെന്ന്. ഓറ് വരത്തില്ല. പക്ഷെ ഞാനപ്പോ ഓർക്കുക, സ്തോത്രം, വേറെ ആരെങ്കിലും ലോകപരമായി ജീവിക്കുന്നവരാണെങ്കിൽ എപ്പം അവിടെ സംസാരിക്കത്തില്ല, പേടിച്ചു ഓടിപ്പോകും. കാര്യം സ്തോത്രം. അതിനകത്ത് പറയാൻ ഒരു റൂൾസും ഇല്ല. ഇന്ന് പ്രിയ മക്കളെ, നമ്മളെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. നമ്മൾ ഇറങ്ങിയാൽ വീണാൽ നമ്മളെ കൂടെ ആര് വരും? തീക്കാത്ത് കിടക്കുവാടാ. തീയെ ഞാനിപ്പോ മഴ വെച്ചയക്കാം. അതല്ല, തീയിലാന്ന് വിട്ടെ. ആ തീക്കാത്ത് തന്നെ ഇറങ്ങി വരും. നിന്നെ അവരുടെ അത്രയും പേരെ വണ്ടി തീക്കാത്ത് തന്നെ മാനിക്കും. അല്ല, തീയെ മഴ അയച്ചു വേണമെങ്കിൽ അണക്കാനേ ഉള്ളൂ. ഒറ്റ നിമിഷം കൊണ്ട് തീയെ അണക്കാനേ ഉള്ളൂ. ദൈവം അതൊന്നുമല്ല. നീ വീണ ഏത് പ്രശ്നത്തിലാ, ആ പ്രശ്നത്തിനകത്ത് തന്നെ നിന്റെ കൂടെ ആര് വരും? കർത്താവ് വരും. ഞാൻ ഐസുവിലാണോ? എന്റെ കൂടെ എന്റെ ദൈവം വരും. ഐസുവിന്ന് പുറത്തു കൊണ്ടുവരാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഐസുവിൽ കിടത്തിയ ഡോക്ടറുകളെ പറയാൻ പറ്റൂ, നിന്റെ കാര്യം തീർന്നു, എല്ലാവരെയും അറിയിക്കാന്ന് പറയാം. പക്ഷെ അവിടെ ആ റൂമിനകത്ത്, ആ ബെഡിനകത്ത് ഇറങ്ങി വന്ന്
പ്രവർത്തിക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അവര് പറയും മിറക്കിൾ എന്ന് പറയും. കഴിഞ്ഞെന്ന് പറഞ്ഞ ഡോക്ടർമാര് പറയും മിറക്കിൾ എന്ന് പറയും. ആരിറങ്ങി? കർത്താവ് ഇറങ്ങി. അപ്പൊ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. പരീക്ഷയുടെ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്. പരീക്ഷ സമയത്ത് ആരിറങ്ങി വരുന്നതാ? ദൈവം ദൈവമക്കളെ കൂടെ വരും. അവരെ തോൽപ്പിക്കാനല്ല, അവരെ വിജയിപ്പിക്കുവാൻ. അപ്പൊ ദൈവം ഇറങ്ങി വരും ഏത് വിഷയത്തിനകത്തും. അങ്ങനെ ദൈവം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും കർത്താവിൽ സന്തോഷമുള്ളവനാവണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാവട്ടെ അതെനിക്ക് ലഭിച്ചെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ രോഗം വന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ എന്ത് പറഞ്ഞോണം? എന്റെ രോഗം മാറിയനായി സ്തോത്രം, രോഗം മാറിയനായി സ്തോത്രം, എന്റെ രോഗം മാറിയനായി സ്തോത്രം. അത് കഴിയുമ്പോൾ ചിലപ്പോ പാസ്റ്റർ വിളിച്ചു ചോദിക്കും എങ്ങനെയുണ്ട് അസുഖം? അപ്പോൾ പറയേണ്ട വാക്കെന്തുവാ? എന്തുവാ? എന്റെ രോഗത്തിനകത്ത് ചലനമുണ്ട്, ചലനം നടക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം എന്റെ രോഗത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. എന്റെ ശരീരത്തെ വിടിവിച്ചുകൊണ്ടിരിക്കുക. എന്റെ രോഗങ്ങൾ ഓരോന്നായി അഴിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം മാറ്റുന്നുണ്ട്. കഴിഞ്ഞ അവസ്ഥയെ കാട്ടി ഇരട്ടിയായെന്നല്ല, അവസ്ഥകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്ന് രോഗി അങ്ങോട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് യേശുവപ്പൻ അങ്ങോട്ട് ഇറങ്ങി വരും. ആ റൂമിനകത്ത്, ആ ശരീരത്തിനകത്ത് നിന്നെ ജഡമായി ബന്ധിക്കുന്ന ബന്ധനത്തിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. Glory. ആരിറങ്ങി വരും? കർത്താവ് വരും. സാമ്പത്തിക വിഷയമായി ഇതേപോലെ സാമ്പത്തിക വിഷയങ്ങൾ, മാനസികമായി നമുക്ക് സ്തോത്രം എന്ത് ചെയ്യും? ദേഷ്യം ഉണ്ടാവും. നമുക്ക് പഴയ പോലെ സന്തോഷം ഉണ്ടാവത്തില്ല. സാമ്പത്തിക വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ആകെ എന്ത് ചെയ്യും? നമ്മളെ കൺട്രോൾ പോകും. നമ്മൾ പല കാര്യത്തിനകത്തും അനുഗ്രഹിച്ചിട്ടായിട്ട് കൊണ്ടുപോയിട്ട് പല കാര്യം സ്റ്റോപ്പായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വേദനിക്കും. ആ സമയത്ത് നീ പ്രാർത്ഥിക്ക്, ദൈവം ചിലത് തുറക്കും. നീ പോലും അറിയാത്ത ചില നന്മകൾ നിന്റെ കരങ്ങളിലേക്ക് ദൈവം തരും. അതാണ് വിശ്വസിക്കുന്ന ദൈവം. ദൈവത്തെ വിശ്വസിച്ച് തിരിച്ചിട്ട് എന്തെങ്കിലും കാര്യത്തിനകത്ത് നിങ്ങൾക്ക് കുറവുണ്ടോ? ദൈവമക്കളെ, ഏതെങ്കിലും വിഷയത്തിനകത്ത് കുറവുണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ കുറവ് വെച്ച് ദൈവസ്ഥനെ കിട്ടി എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ വചനം പറയുക. നിങ്ങളുടെ ഏത് പ്രാർത്ഥന വിഷയമാവട്ടെ, ഏത് പ്രതികൂലമാവട്ടെ, ഏത് കഷ്ടമാവട്ടെ, ആ കഷ്ടത്തിൽ നിന്റെ യേശു വിടുവിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബമായി പ്രാർത്ഥിക്കുമ്പോൾ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇങ്ങനെ തന്നെ പറയണം, എനിക്ക് എന്റെ വിഷയത്തിനകത്ത് എന്റെ ദൈവം കേട്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ റൂമിനകത്ത് എന്റെ ദൈവം ഇറങ്ങി വരുന്നുണ്ട്, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. കർത്താവ് ഉള്ളിടത്ത് സന്തോഷമേ ഉണ്ടാവത്തുള്ളൂ. എങ്കിൽ എനിക്കിന്ന് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവ് ഇവിടെ വന്നേ പറ്റത്തുള്ളൂ, എന്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ, എന്നിലേക്ക് പറ്റത്തുള്ളൂ. എനിക്ക് കർത്താവിൽ സന്തോഷിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്ക് സന്തോഷം അനുഭവിക്കണം. ഈ 2025 ഞാൻ കേറാൻ പോവുക. എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ യേശു കൂടെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? സന്തോഷം. യേശു കൂടെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? സന്തോഷം. ഇന്ന് ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുക, യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ജോലി കാര്യത്തിനകത്ത്, വിദേശത്ത് പോകുന്ന കാര്യത്തിനകത്ത്, നന്മയുടെ കാര്യത്തിനകത്ത്, തലമുറയുടെ വിദ്യാഭ്യാസ കാര്യത്തിനകത്ത്, അല്ലെങ്കിൽ തലമുറയുടെ നന്മയുടെ കാര്യത്തിനകത്ത്, അതുപോലെ കുടുംബത്തിനകത്ത് രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യത്തിനകത്ത് യേശു കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും? സന്തോഷത്തിന്. എന്റെ ദുഃഖം മാറാൻ പോവാ. ദുഃഖം ഒരു നൃത്തമായി തീരാൻ പോവുക. ദുഃഖം ഒരു അനുഗ്രഹമായി തീരാൻ പോവുക. ദുഃഖം ഒരു വിടുതലായി തീരാൻ പോവുക. അതിനെന്താ ചെയ്യേണ്ടത്? ഇന്ന് 2025 ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മം പഠിപ്പിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്തോ ആവട്ടെ, ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അത് കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു എഴുന്നേറ്റു. ദൈവം കണ്ടതായ സമയത്ത്, നിങ്ങൾക്കായി ഒരുക്കേണ്ട സമയത്ത്, നിങ്ങൾക്ക് തരേണ്ട സമയത്ത് കർത്താവ് അത് നിങ്ങൾക്കായി തരും. അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തടയുവാൻ പറ്റത്തില്ല. സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കും. 4 വിട്ട് ഒന്നുകൂടെ ഓടിച്ച് വായിച്ചു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും
സ്തോത്രം. ആ വാക്യം നമ്മളൊന്ന് പറഞ്ഞില്ല. എന്തുവാ? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? കടിച്ചിരുന്ന സ്വഭാവമാവും. എന്തുണ്ടാവും? സൗമ്യത. സൗമ്യത ഉണ്ടോ? സൗമ്യത ഉണ്ടോ? സുഖം നോക്കി ചിരിക്കുന്നു കേട്ടോ. സൗമ്യത ഇല്ലെന്ന് ആൾക്കറിയാം. സ്വതന്ത്രം. അപ്പൊ ഇനിയും അവർക്ക് ഇത് വെച്ച് കളിക്കൂടെ? ചൂടാവുമ്പോഴേ അവർ പറയും സൗമ്യത വേണം. സൗമ്യത ഉണ്ടാവണം. ചൂടാവേണ്ട കാര്യത്തിൽ ചൂടാവണം കേട്ടോ. ചൂടാവേണ്ട കാര്യം ചില ചൂടായേ പറ്റും. ഭവനത്തിനകത്തന്നെ സൗമ്യത ഉണ്ടാവും. നമ്മൾ തന്നെ ഓർക്കും. ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞല്ലോ, ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ പറയുന്നു. ഞാൻ അതിനകത്ത് സന്തോഷിച്ചതാണ്. ദൈവമേ, അങ്ങ് വന്നതുകൊണ്ട് ഞാൻ ഇത്രയും സൗമ്യതനായി. അങ്ങില്ലായിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു. ഇതിന്റെ പിന്നിൽ വേറെ കേസും വഴക്കുമായത്. ആ രീതിയിലേക്ക് പോയത്. പക്ഷെ എന്റെ ദൈവം എന്നിൽ ഉള്ളത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടിയത്? സൗമ്യത കിട്ടിയത്. സൗമ്യത കിട്ടിയത്. കർത്താവ് സന്തോഷിക്കുന്നവർ എപ്പോഴും എന്തുണ്ടാവും? സൗമ്യതയുള്ളവർ. അപ്പോഴ് കർത്താവിൽ സന്തോഷിക്കുന്ന ദൈവം മക്കൾ സൗമ്യതയുള്ളപ്പോഴ് ചുരണ്ടാമെല്ലാം പലരും വരും. പ്രൈസോ. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് സ്തോത്രം, എനിക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ഒരു ദൈവത്തിന്റെ ശക്തനൊരു ഭക്തന പ്രിൻസിപ്പിൾ. സ്തോത്രം. ഇവിടെ ആയൂരടുത്ത് ബേബിക്കുട്ടി സാർ എന്ന് പറഞ്ഞൊരു സാറാണ്. അദ്ദേഹത്തിന് എന്നോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ട്. ആ വാത്സല്യമാണ് ഞാൻ ബൈബിൾ കോളേജിൽ നിൽക്കുവാൻ കാരണമായത്. സ്തോത്രം. ഈ സൗമ്യതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പഠിക്കുമ്പോൾ 120 പേര് ഉള്ളിടത്താണ് ഞാൻ പഠിച്ചത്. 120 പേരുണ്ട്. 120 പേരും പല ടൈപ്പാണ്. പല രീതിയിൽ നിന്ന് വന്നവരാ, പല പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാ, പല ഭവനങ്ങളിൽ നിന്ന് വന്നവരാ, പല ഭാഷകളിൽ നിന്ന് വന്നതാ, പല കേരളത്തിന്റെ തന്നെ പല പശ്ചാത്തലത്തിനകത്ത് ജീവിച്ചു വന്നവരാ. ചിലവരുടെ പ്രവൃത്തികൾ കണ്ട്, ഇങ്ങനെ വെളിയിലെല്ലാം ഓരോ പ്രവർത്തനത്തിന് ദൈവം കൊണ്ടുപോകുമ്പോൾ ഇവരുടെ പ്രവൃത്തികൾ കണ്ടിട്ട് സ്തോത്രം, ഞാൻ എല്ലാ പാപത്തിൽ നിന്ന് ദൈവസേനയ്ക്ക് വന്നവനാണ്. അപ്പൊ പാപത്തെ കാണുമ്പോൾ പാപത്തോടൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, യോജിക്കാൻ പറ്റുന്നില്ല. എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇതിനെല്ലാം ഞാൻ എന്തുവാ ശക്തമായിട്ട് എതിർക്കുമ്പോൾ സ്തോത്രം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോവാം എന്നെ. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വേദനപ്പെട്ട് ചില വിഷയത്തിനകത്ത് പാപത്തിലേക്ക് പോകുന്ന സ്തോത്രം എന്റെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ചില പ്രവൃത്തികൾ കണ്ട് ഞാൻ വിഷമിച്ചിട്ട് ഞാൻ ഈ പ്രിൻസിപ്പലിനെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ പോകും. എന്നോട് എന്താ കാര്യം? ആരാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? സ്തോത്രം. ഞാൻ അതൊന്നും എനിക്ക് കേൾക്കണ്ട, ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്കിനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ പോവാം. ഇപ്പൊ കൂടാ ഞാൻ അതിനു മുമ്പ് നിന്നോട് ചോദിക്കട്ടെ, സ്തോത്രം, എന്താ നീ പോകുന്നതെന്ന് പറ. ഞാൻ പറഞ്ഞു ഇന്ന പോലെ സ്തോത്രം ദൈവവചനത്തിന്റെ ട്രാക്റ്റുമായിട്ട് ഞങ്ങളെ പുറത്തു വിട്ടല്ലോ. ഞങ്ങൾ പുറത്ത് വർക്ക് ചെയ്തപ്പോൾ അവർ ഇന്ന ആൾക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്തു. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അവരുടെ കയ്യിൽ ഇരിക്കുന്ന എന്തുവാ? ദൈവത്തിന്റെ വചനമാണ്, ട്രാക്റ്റാണ്, ദൈവത്തിന്റെ സുശേഷം അറിയിക്കുവാൻ. അപ്പോഴവരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും അത് ഞാൻ പ്രതീക്ഷയില്ല. അവരിങ്ങനെ ചെയ്തു. തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. തെറ്റ് പാപം തന്നെ. സാറ് കുറച്ചു നേരം എന്നെ നോക്കിയിട്ട് ചിരിച്ചു. ഞാൻ എന്നെ കളിയാക്കുവാണ്. സാർ എന്തു എന്നെ കളിയാക്കുവാണ്. ഞാൻ എന്നെ നോക്കി ചിരിച്ചിട്ട് സാർ എന്നോട് പറഞ്ഞു, ഈ 120 പേർ ഇവിടെ പഠിക്കുന്നുവെങ്കിൽ ഇന്ന് പകല് നിന്നോട് ദൈവത്തിന്റെ ആലോചന പ്രകാരം നിന്നോട് ഞാൻ സംസാരിക്കാൻ പോകും. പ്രാർത്ഥനയോട് നിന്നോട് ഞാൻ സംസാരിക്കാൻ പോകും. ഈ 120 പേർ ഇവിടെ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ 119 ദൈവത്തിന് വേണ്ടതല്ല, നിന്നെയായിരിക്കും ദൈവത്തിന് വേണ്ടത്. 119 പേരുടെ പ്രവൃത്തിയെ നീ ജയിക്കുന്ന നാളാ നീ ബൈബിൾ കോളേജ് ജയത്തോട് പുറത്തു വരത്തുള്ളൂ. കാര്യം എന്തുവാ? ഇനി നീ കാണാൻ പോകുന്നത് 119 പേരെ അല്ല, പല രീതിയിലുള്ള ദേശത്തിലേക്ക് ദൈവത്തിനെ അയക്കാൻ പോകുന്നത്. അവിടെ നീ ക്രിസ്തുവിന്റെ വചനമായിട്ട് ജയിക്കണമെങ്കിൽ ഈ 119 പേരെ ജയിച്ചാല് ദൈവം തന്നെ അവിടെ ജയിപ്പിക്കത്തുള്ളൂ. ഞാൻ ആ സാർ പറഞ്ഞ വാക്ക് കുറച്ചു നേരം ചിന്തിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചെന്നെ കുറെ ചിന്തിപ്പിച്ചു കറക്റ്റാ. ഞാൻ എവിടെ നിന്ന് പരാജയപ്പെട്ട് എവിടോട്ടോടാനാ. നീ ആ രീതിയിൽ അവരെ കാണുന്നെങ്കിൽ അവരെന്ത് ചെയ്യുന്നതിനകത്ത് നിനക്ക് വിഷയം തോന്നുന്നില്ല.
എന്ന് പറഞ്ഞാൽ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി, എന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാനും എന്റെ ആത്മീയ ജീവിതത്തെ പരീക്ഷിക്കാൻ വേണ്ടി അവരെ കൊണ്ടുവന്നേക്കുന്നത് എന്ന് നീ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്തില്ല, അവരെന്ത് ചെയ്താലും അതിനകത്ത് നീ ഇടപെടണം. നീ നിന്റെ റൂട്ടിലേക്ക് പോകും. സ്തോത്രം. യെസ്, അന്ന് മുതല ഞാൻ പറഞ്ഞില്ലേ, ആ സാറിന്റെ എല്ലാം ഒരു ലെവലാ. ഞാൻ പിന്നെ പോകുന്നത് മൊത്തം എന്റെ ലൈഫ് അടുക്കിട്ട് മറ്റുള്ളവരുടെ കാര്യമൊന്നും അല്ല ഞാൻ തിരക്കുന്നത്. എന്റെ കാര്യങ്ങൾ മറ്റുള്ളവർ അങ്ങനെ ഇങ്ങനെയാണെന്നോ അതൊന്നും എന്റെ വിഷയമല്ല. എന്റെ ഭാഗം എന്ത് ചെയ്യും, കറക്റ്റായിട്ട് കിട്ടും. അതെനിക്ക് ഇന്ന് വരെ അങ്ങനെ ഓടാൻ പറ്റും. അന്നത്തെ ആ ഒറ്റ ദൂത, ദൈവദാസനെ കൊണ്ട് ദൈവം പറയിപ്പിച്ച, അധ്യാപകനെ കൊണ്ട് ദൈവം പറയിപ്പിച്ച ഒറ്റ ദൂതാണ് ഞാൻ ഇതുവരെ വന്നത്. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്തുവാ, ദൈവം നമുക്കെതിരെ, നമ്മുടെ വിശ്വാസത്തിനെതിരെ പലതും കൊണ്ടുവരും. നമ്മളെ ഭവനത്തിൽ കാണും, നമ്മളെ സഹോദരങ്ങളിൽ കാണും, നമ്മളെ ഭാര്യയെ കാണും, ഭർത്താവിൽ കാണും. സ്തോത്രം. ആദാമിനെ ഔവയെ ഉണ്ടാക്കി, ഔവയെ കയറിയില്ലേ പിശാച്? കയറിയോ? ദൈവത്തോടൊപ്പം നടന്ന വ്യക്തി ആര്? ഔവ. ഔവയുടെ മേൽ കയറിയില്ലയോ? ഒരു ദുരാഗ്രഹം കയറി. എന്തുവാ, ദൈവത്തെ പോലെ ആവുമെന്ന് കേട്ടപ്പോ ഉടനെ കയറി. എന്നാ ദൈവത്തോടൊപ്പം നടക്കുക. എനിക്ക് ഒന്നിനും കുറവില്ല. എനിക്ക് ആരോടൊപ്പം സംസാരിക്കാം? ദൈവത്തോടൊപ്പം എനിക്കും എന്റെ ഭർത്താവിന് സംസാരിക്കാം. കയറിയില്ലയോ? ഔവ തെറ്റ് ചെയ്തു, ആദാം അത് തിരുത്തിയോ? ആദാം അതിനകത്ത് വീണില്ലയോ? അപ്പോഴും നമ്മളെ കുടുംബത്തിനാവാം, നമ്മളെ വിശ്വാസി കൂട്ടത്തിനാവാം. പക്ഷെ അവിടെ തെറ്റിപ്പോവാതിരിക്കേണ്ട ആരുടെ ചുമതലയാണ്? അത് തെറ്റിപ്പോവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ കർത്താവിൽ സന്തോഷിക്കുന്നവനാണ്, നീ സൗമ്യതയുള്ളവനായിരിക്കണം. സൗമ്യതയുള്ളവൻ എഴുത്തി കാണത്തില്ല. കർത്താവിൽ സന്തോഷിക്കുന്നവൻ എന്തുണ്ട്? ഒരു ക്വാളിറ്റിയുടെ ദൈവം തന്നിട്ടുണ്ട്. എന്തുവാ? സൗമ്യത. ആ സൗമ്യതയുള്ളവൻ എന്ത് ചെയ്യത്തില്ല? എഴുത്തി കാണത്തില്ല. അവൻ എന്ത് ചെയ്യാൻ പറ്റും? പല കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കാൻ പറ്റും. ഭവനത്തിനകത്താവട്ടെ, പുറത്താവട്ടെ, നിങ്ങളുടെ ജോലി സ്ഥലത്താവട്ടെ, നിങ്ങളുടെ പോക്കിലെ വരവിലാവട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലാവട്ടെ, നിങ്ങളെ തെറ്റിക്കാൻ പലരും നോക്കും. നിങ്ങൾ അപ്പോഴും ഓർത്തണം, എന്റെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിച്ച് പുറത്തു വരും. കാര്യം ആരൊക്കെ എനിക്കെതിരെ എന്തൊക്കെ പാര പണിഞ്ഞാലും, ആരൊക്കെ എനിക്കെതിരെ എന്തൊക്കെ പദ്ധതി ചെയ്താലും, ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാലും, ഞാൻ ഹോസ്റ്റലിനകത്ത് ഒറ്റപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും, ഞാൻ വിദ്യാഭ്യാസ കോളത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കും. എന്റെ ജോലി സ്ഥലത്താവട്ടെ, എന്റെ ജോലിയാവട്ടെ, ആരൊക്കെ മാറി എന്ന് എനിക്ക് ഭാരമല്ലെന്ന് പറഞ്ഞാലും എനിക്ക് വിഷയമേ അല്ല. എനിക്ക് കിട്ടേണ്ടത് എന്റെ കയ്യിൽ. എനിക്ക് കിട്ടേണ്ട ആര് തരും? എന്റെ ദൈവം തരും. അതുപോലെ എനിക്ക് കിട്ടേണ്ട ആര് തരും? ദൈവം തരും. എന്റെ നീതിയുള്ളതേ വരത്തുള്ളൂ. ഞാൻ ആരുടെയാ? ദൈവത്തിന്റെ. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്തോണം? പ്രാർത്ഥനയാലും അപേക്ഷയാലും എന്ത് ചെയ്തോണം? സ്തോത്രത്തോടെ. ഒരു സ്തോത്രത്തിന്റെ പവർ കണ്ടോ? നമ്മൾ കേൾക്കുമ്പോ സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നു. സ്തോത്രത്തിന്റെ പവർ പോയണ്ടോ? സ്തോത്രം. പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തോട് കൈപ്പി. അടുത്തത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം. സ്തോത്രം. ഒരു മിനിറ്റ് അത് ചിന്തിച്ചു. ദൈവത്തോട് നമ്മൾ അങ്ങ് അറിയിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. സ്തോത്രത്തോട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ പരാതികളെല്ലാം, നമ്മുടെ കഷ്ടങ്ങളും എല്ലാം ആരോട് പറയണം? ദൈവത്തോട് പറയണം. കഷ്ടങ്ങളൊന്നും പറയാതിരിക്കേണ്ട, എല്ലാം പറഞ്ഞു. ആരോട് പറയണം? ദൈവത്തോടാണ് പറയണം. അപ്പനോടാണ് പറയണ്ടത്, അമ്മയോടാണ് പറയണ്ടത്, സഹോദരങ്ങളോടാണ് പറയണ്ടത്, ബന്ധുവിനോടാണ് പറയേണ്ടത്, ഭർത്താവിനോടാണ് പറയണ്ടത്. അല്ല, ആരോടാ പറയേണ്ടത്? ദൈവത്തോട്. ഭാര്യയോടല്ല പറയേണ്ടത്. ആരോടാ പറയണ്ടത്? ദൈവത്തോട്. എന്റെ എല്ലാ വിഷമവും, എല്ലാം വിഷമം അറിയുന്ന രീതിയിൽ ആരോട് പറഞ്ഞാൽ മതി? എന്റെ ദൈവത്തോട് പറഞ്ഞാൽ മതി. ദൈവത്തോട് പറഞ്ഞാൽ മതി. സ്വന്തം ഞാനത് കൊച്ചു പിള്ളേർ കരയുന്ന പോലെ കരയും. ആരെടുത്തിരുന്ന? ദൈവസ്ഥനി ഇരുന്നു. അല്ലെങ്കിൽ കരയത്തില്ല. സ്തോത്രം. ദൈവസ്ഥനി ഇരിക്കുമ്പോൾ കരയും. എന്തുവാ? എന്റെ എല്ലാ വിഷമവും ഞാൻ ആർക്കാ പറയുന്നത്? ദൈവത്തോട്. എങ്ങനെയാ പറയണ്ടേ? സ്തോത്രത്തോടെന്ന് പറഞ്ഞാൽ. നിന്റെ ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം. എന്നെ ഉണ്ടാക്കിയത് ദൈവമെങ്കിൽ, എന്റെ ബുദ്ധിയെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെ ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം ആർക്ക് തരാൻ പറ്റും? എന്റെ ദൈവത്തിന് തരാൻ പറ്റും. തിരിച്ചറിയ. ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു. എന്നോട് പഠിച്ചും
സ്തോത്രം. ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരു ദൈവവേദൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പാപപ്രകാരം പ്രാർത്ഥിക്കത്തില്ല, പാപകരമായുള്ള കാര്യങ്ങൾ വേണമെന്ന് പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥിക്കൂ, അതിനെല്ലാം അകന്നിരിക്കത്തുള്ളൂ. സ്തോത്രം. അപ്പൊ ദൈവത്തോട് ഏത് കാര്യവും നിന്റെ ഹൃദയത്തിനകത്തുള്ളത്, നിന്റെ ചിന്തയ്ക്കകത്തുള്ളത് എല്ലാം ദൈവത്തോട് ഷെയർ ചെയ്യും. സ്തോത്രത്തോട് ഷെയർ ചെയ്യും. അവിടെ ആരും മറുപടി തരും? ദൈവം മറുപടി. ചിലപ്പോൾ നിന്റെ കൂടെ ഉള്ളവരോട് നീ ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. അവരവർക്കും വട്ടാന്ന് നോക്കും, അവരവർക്കും വട്ടാന്ന് നോക്കും. അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ കണ്ടു കഴിഞ്ഞാൽ സ്തോത്രം, അന്യഭാഷ പ്രാപിക്കാത്തവർക്കും വട്ടാന്ന്, ഇവർ എന്തു ഈ കാണിക്കുന്നത്, എവിടുന്ന് ഈ ഭാഷയെല്ലാം പഠിച്ചെന്ന് ചോദിക്കും. ഇല്ലയോ? സ്തോത്രം. അത് അവർക്ക് അറിയാത്തതുകൊണ്ട്. അതേപോലെ തന്നെ ഒരു വർഷത്തിനകത്തൊരു വാഗ്ദത്ത വാക്യം നമുക്ക് കിട്ടുമ്പോൾ എല്ലാ വാക്യവും നമ്മളെ ജീവിപ്പിക്കുന്നത്, ബലപ്പെടുത്തുന്ന, എങ്കിലും ചില വാക്യം നമ്മളെ കയറിയുമ്പോൾ ബലപ്പെടുത്തും. ഇല്ലയോ? തളർന്നു പോകുമ്പോഴും ചില വാക്യം അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ അത് അനുഭവിച്ചവൻ, ആ വാക്യത്തിനകത്തുള്ള അഭിഷേകം അനുഭവിച്ചവനെ ആ അഭിഷേകത്തെ പറ്റി അറിയത്തുള്ളൂ. അല്ലാത്ത ഒരുത്തന് ലോകപരമായി ജീവിക്കുന്ന അല്ലെങ്കിൽ ലോകപരമായി കൊണ്ടുപോകുന്ന ഒരു സഭയ്ക്കോ ദൈവമക്കൾക്കോ അതിന്റെ മഹത്വം തിരിച്ചറിയത്തില്ല. ആ വാക്യം കിട്ടുമ്പോൾ നമ്മളെ ഉള്ളത്തിനകത്ത് എന്തുവാ? ഒരു ഉറപ്പാ, ഒരു ഫൗണ്ടേഷനാ. ആ വർഷത്തിനകത്ത് കയറാനുള്ള ഫൗണ്ടേഷനാ. ആ വാക്യത്തിലായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് ജയിക്കുന്നത്. അത് പ്രാർത്ഥിച്ച് ജയിച്ച ദൈവമക്കൾക്കേ അറിയത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ മാനസികമായി ഭാരപ്പെട്ടിരിക്കുമായിരിക്കും. ബൈബിൾ തുറക്കുമ്പോൾ നമ്മൾക്ക് ചില വാക്യങ്ങൾ നമ്മളെ തരും. ആ വാക്യം അങ്ങോട്ട് പ്രാർത്ഥിച്ച് ആരാധിച്ച് കഴിയുമ്പോഴേ അങ്ങോട്ട് നമ്മളെ പ്രശ്നവും മാറി, പ്രതികൂലം മാറി. അത് അനുഭവിച്ചവനെ അതിനെപ്പറ്റി പറയാൻ പറ്റും. അത് അനുഭവിക്കാത്തവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ അനുഭവിക്കാത്തവൻ പലതും പേര് പറയും. അത് അനുഭവിച്ചവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അത് പറയാൻ പറ്റും. സ്തോത്രം. അതേപോലെ ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ ചിന്ത എല്ലാം ദൈവത്തെ ഏൽപ്പിക്കും. ദൈവം അതിനെ ശുദ്ധീകരിച്ച് കറക്റ്റായിട്ടുള്ള മറുപടി ആര് തരും? കർത്താവ് തരും. അപ്പൊ എല്ലാം ഏൽപ്പിക്കേണ്ട ആരെടുത്താണ്? ഈ 2025 നമ്മൾ മനുഷ്യ ജനത്തോടല്ല നമ്മൾ അഭിപ്രായം ചോദിക്കേണ്ടത്. ആരോടാ ചോദിക്കേണ്ടത്? നമ്മളെ ബുദ്ധിയെ കവിയുന്ന, സമാധാനം നൽകുന്ന, സകലം സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തോടായിരിക്കണം നമ്മളെ അഭിപ്രായം. എങ്കിൽ നിശ്ചയമായി സന്തോഷം നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവുള്ള കാലത്തോളം എന്നുണ്ടാവും സന്തോഷിക്കും. പറയുക, ഭക്തൻ പറയുക, ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷിപ്പീൻ. നിങ്ങൾക്ക് ക്രിസ്തു ഉള്ളതിൽ സന്തോഷിപ്പീൻ. നിങ്ങൾ ക്രിസ്തുവിന്റെ ആണെന്നുള്ളതിൽ സന്തോഷിപ്പീൻ. ആ സന്തോഷിക്കുന്ന ഒരുത്തന്റെ സന്തോഷത്തിൽ നിന്ന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ എടുത്തു മാറ്റാൻ പറ്റത്തില്ല. സ്തോത്രം. എല്ലാവരെയും ഒക്കെ എഴുതുക. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവിൽ ഒന്ന് സന്തോഷിക്കാം. ദൈവം ഇന്ന് പകല് എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽ എനിക്കത് കഴിയണം. കഴിയാൻ ദൈവത്തിന്റെ പൈതൽ എന്നെ തെരഞ്ഞെടുത്തത്, എന്നെ വിളിച്ച് വേർതിരിച്ചത് എന്റെ കുടുംബക്കാരോ ചർച്ചക്കാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നുമല്ല, എന്റെ യേശുവാ. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോഴേ എന്നെ കണ്ട് എന്നെ തെരഞ്ഞെടുത്തത് എന്റെ കർത്താവെങ്കിൽ ഇന്ന് പകല് ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകലൊന്ന് വെളിപ്പെടട്ടെ. ആ ദൈവത്തിന്റെ ആലോചന ഇന്ന് പകലൊന്ന് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തം ഇന്ന് പകലൊന്ന് വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിനകത്തും ആ ദൈവത്തിന്റെ കൃപയൊന്ന് വെളിപ്പെടട്ടെ. കർത്താവേ, ആത്മസാന്നിധ്യം നിറയട്ടെ. ദൈവമേ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടട്ടെ. ഈ 2025 ഓരോ കുടുംബത്തിനും അനുഗ്രഹമാവട്ടെ. കർത്താവിന്റെ കരമൊന്ന് തൊടട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ കരമൊന്ന് തൊടട്ടെ. ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിനകത്തും ഓരോ വ്യക്തികളുടെ മേലും ആ ദൈവത്തിന്റെ സാന്നിധ്യം അത്ഭുതങ്ങൾ യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. കർത്താവേ, ആത്മസാന്നിധ്യം ഇറങ്ങുന്നതിനായി സ്തോത്രം. കർത്താവേ, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എന്ത് വിഷയമാവട്ടെ അത് ദൈവസ്ഥനെ ഏൽപ്പിച്ചു. ആ ഹൃദയത്തിന്റെ ചിന്തകളെ ഏൽപ്പിച്ചു. നിങ്ങളെ ബുദ്ധിയെ കഴിയുന്ന സമാധാനം തരുവാൻ കഴിവുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് യേശുവൻ മാത്രമേ ഉള്ളൂ. ഇന്ന് പകരം ദൈവത്തിന്റെ ആത്മാവിന്റെ കരം തൊടാൻ പോവുക. ആ ദൈവത്തിന്റെ വാഗ്ദത്തം തൊടാൻ പോവുക. ആ ദൈവത്തിന്റെ ദൂതൻ തൊടാൻ പോവുക. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ തൊടാൻ പോവുക. ഞങ്ങളുടെ സഭയ്ക്കകത്തുള്ള ഓരോ ദൈവ മക്കൾ പേരും വിദേശത്തിരിക്കുന്ന ഓരോ ദൈവ മക്കൾ പേരും ഓരോ കുടുംബത്തിനകത്ത് കർത്താവിന്റെ കരം തൊടാൻ പോവുക. ഓരോ കുടുംബത്തെ ഇരട്ടിയായി ബലപ്പെടുത്താൻ പോവുക. അവരുടെ നന്മകളെ ബലപ്പെടുത്താൻ പോവുക. അവരുടെ സാധനങ്ങളെ ബലപ്പെടുത്താൻ പോവുക. അവരുടെ അനുഗ്രഹങ്ങളെ ബലപ്പെടുത്താൻ പോവുക. ദൈവമേ, ഓരോ കുടുംബത്തിന്റെ സാധനങ്ങൾ അനുഗ്രഹമാവട്ടെ. അവരുടെ ആരോഗ്യ ബലം അനുഗ്രഹമാവട്ടെ. ദൈവമേ കർത്താവേ, അവർ ഓരോ പ്രവർത്തികൾ ജോലി മേഖല
അവരുടെ വാഹനത്തിൽ അനുഗ്രഹമാകട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയപ്പോ ദൈവം അത്ഭുതമായി ഞങ്ങളെ സൂക്ഷിച്ചു. ദൈവം ഞങ്ങൾക്ക് ആഹാരം നൽകി, ആ തക്കതായ സമയത്ത് ഞങ്ങൾക്ക് ആഹാരം നൽകി, വസ്ത്രം നൽകി, ആരോഗ്യ ബലം നൽകി, ചെരുപ്പ് നൽകി, അപ്പ സമ്പത്ത് നൽകി, അപ്പ പിതാവെ സമാധാനം നൽകി, സന്തോഷം നൽകി. ദൈവം എല്ലാത്തിനും ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച എല്ലാ കൃപയ്ക്കായി, അത്ഭുതങ്ങൾ മലയാളം ചെയ്ത എല്ലാ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ, നന്ദി പറയുന്നപ്പ, നന്ദി പറയുന്നപ്പ, നന്ദി പറയുന്നപ്പ. അപ്പ കഴിഞ്ഞ ഒരു വർഷകാലം ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നു, നന്ദി പറയുന്നു. 25ലേക്ക് ഞങ്ങൾ ഇന്ന് ഭവൻ പ്രവേശിക്കുമോ? ആ ദൈവത്തിന്റെ വാഗ്ദത്തം 25 ഞങ്ങൾ പ്രവേശിക്കുമോ? ഇന്ന് രാത്രി 12 മണിക്ക് ഞങ്ങൾ 25 കയറുമ്പോൾ ഒരു പുത്തൻ ദിവസത്തിലേക്ക് മാറുമ്പോൾ, പുതുവർഷത്തിലേക്ക് മാറുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തെല്ലാം നന്മയ്ക്ക് കാരണമാവട്ടെ. ബുദ്ധിയെ കവിയുന്ന സമാധാനം, ചിന്തകൾക്കും ബുദ്ധികൾക്കും ബന്ധങ്ങൾക്കും എല്ലാം അപ്പുറത്തുള്ള സമാധാനങ്ങൾ, ദൈവത്താൽ ഒരുക്കുന്ന സമാധാനങ്ങൾ, ക്രിസ്തുവിന്റെ സന്തോഷം ഞങ്ങളെ ഷെയർ ചെയ്യട്ടെ. ആ ക്രിസ്തുവിന്റെ സന്തോഷം ഞങ്ങളെ ഷെയർ ചെയ്യട്ടെ. ഓരോ കുടുംബത്തിനകത്തും ദൈവ വാഗ്ദത്തം നിവർത്തിയാവട്ടെ. പരിശുദ്ധാത്മാവിന്റെ മഹത്വം നടക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ മഹത്വം നടക്കട്ടെ. ഓരോ കുടുംബത്തെ നിങ്ങൾ സഹായിക്കട്ടെ, ഓരോ കുടുംബത്തെ കർത്താവ് ബലപ്പെടട്ടെ, ഓരോ കുടുംബത്തെ കർത്താവ് ശക്തീകരിക്കട്ടെ, ഓരോ കുടുംബത്തെ നിങ്ങൾ ശക്തീകരിക്കട്ടെ. ദൈവമക്കൾക്ക് എതിർപ്പായി നിൽക്കുന്ന വ്യക്തികളെ, എതിർപ്പായി നിൽക്കുന്ന ദേശത്തെ, ഈ സഭയ്ക്കെതിരെ എതിർപ്പായി നിൽക്കുന്ന വ്യക്തികൾ, ദേശത്തെ ദേശശക്തികളെ, അവരുടെ ദേശാന്യ ശക്തികളെല്ലാം തകർന്നു മാറട്ടെ. ദൈവമക്കളുടെ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഒരു പ്രാപ്തം ദൈവമക്കൾ കേൾക്കത്തില്ല. അപ്പ ഒരുവന്റെ ഒരു ശുദ്ധ പ്രവൃത്തികൾ ദൈവമക്കൾ കേൾക്കത്തില്ല. അത് ജീവനുള്ള ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ ഭവനത്തിനകത്ത് കേൾക്കത്തില്ല, ഭവനത്തിനകത്ത് കേൾക്കത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഭവനം വെളിപ്പെടാട്ട്. അവൻ ഭവനത്തിനെതിരെ തലമുറക്കെതിരെ വെക്കുന്ന എല്ലാ അന്ധകാരങ്ങളും എല്ലാ ശുദ്ധ പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ കാരണമാറട്ടെ. അവിടെ യേശുവിന്റെ ജയം നൽകട്ടെ, യേശുവിന്റെ ജയം നൽകട്ടെ. തകരുമെന്ന് പറയുന്നവരുടെ മധ്യേ, അവൻ നിന്ദിച്ച് പരിഹസിച്ചവരുടെ മധ്യേ ദൈവം ഞങ്ങൾ ഉയർത്തുന്ന ശത്രുക്കൾ താങ്കൾ യേശു ഒരുക്കുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങൾ ഉയർത്തുന്നതിനേക്കാൾ ഓരോ ദൈവമക്കളിലേക്കും വെളിപ്പെടട്ടെ, ഓരോ ദൈവമക്കളിലേക്കും വെളിപ്പെടട്ടെ. എന്ന് പകൽ അനുഭവിക്കട്ടെ, ഓരോ ദൈവമക്കളും അനുഭവിക്കട്ടെ, ഉച്ചമുതലുള്ള വരെ അനുഭവിക്കട്ടെ. ആ ദൈവശക്തിയെ രുചിച്ചറിയട്ടെ, ആ ദൈവശക്തിയെ അനുഭവിച്ചറിയട്ടെ, ആ ദൈവശക്തിയെ അനുഭവിച്ചറിയട്ടെ, ആ ദൈവശക്തിയെ അനുഭവിച്ചറിയട്ടെ, അത്ഭുതങ്ങളെ അനുഭവിച്ചറിയട്ടെ, ആ അത്ഭുതങ്ങളെ അനുഭവിച്ചറിയട്ടെ. ഓരോ കുടുംബത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടട്ടെ.